കൊലോസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ 26 27 വാക്യങ്ങൾ. Colossians chapter 1 verses 26 and 27. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മം എങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ഏറ്റവും ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെയും ജ്യേഷ്ഠ സഹോദരന്മാരുടെയും ഒക്കെ ആശീർവാദങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ധ്യാനവീന്ദ്രങ്ങളുടെ രണ്ടാമത്തെ ഒരു സന്ധ്യയിലേക്ക് പ്രവേശിക്കാം. ഇന്നലെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചതാണ് ക്രിസ്തു ഒരു അവബോധത്തിൻ്റെ പേരാണ്, ക്രൈസ്റ്റ് കോൺഷ്യസ്നസ്. ഒരാൾ തൻ്റെ ലോകത്തെയും കാലത്തെയും ഒക്കെ വീക്ഷിക്കുന്ന ഒരു രീതിയുടെ പേരാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ആധാരവചനമായിട്ടെടുത്ത ആ തിരുവചനത്തെ ഒന്നുകൂടി ശ്രദ്ധിക്കാം. കൊളോസ്യൻസ് 1:26-27. ഏകദേശം അതിൻ്റെ സാരം ഇങ്ങനെയാണ്: യുഗയുഗാന്തരങ്ങളായി മറച്ചുവെച്ച ഒരു നിഗൂഢത അവസാന കാലങ്ങളിൽ തൻ്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ അവിടുന്ന് തീരുമാനിച്ചു. എന്താണ് ആ രഹസ്യം? മഹത്വത്തിൻ്റെ ആദികാരണമായ ക്രിസ്തു നിന്റെ ഉള്ളിലുണ്ട് എന്നത് തന്നെ. മഹത്വത്തിൻ്റെ ആദികാരണമായ ക്രിസ്തു നിന്റെ ഉള്ളിലുണ്ട് എന്നത് തന്നെ. ഇത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് ഒരു 33 സംവത്സരം അവിടുന്ന് നമ്മളോടൊപ്പം സഞ്ചരിച്ചത്. നമ്മൾ ഓർമ്മിക്കണം, ക്രിസ്തു ആരംഭിച്ചത് കടപ്പുറത്തുനിന്നാണ്. കടപ്പുറം എല്ലാത്തിൻ്റെയും വിളുമ്പ്, അറിവ്, സമ്പത്ത്, സ്വാധീനം, ഫ്രിഞ്ച് ഓഫ് ദി എർത്ത്. ഇതിനപ്പുറത്തേക്കൊന്നുമില്ല. ഞാൻ കടപ്പുറത്തുനിന്നുള്ള ഒരാളാണ്. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങളുടെ അധ്യാപകർ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമുണ്ടായിരുന്നു: എടാ, വല്ലതും 4 അക്ഷരം പഠിച്ച് കിഴക്കോട്ട് കയറിപ്പോ. ഇപ്പോൾ പോലും 2014 പോലും കടപ്പുറത്തെ സ്കൂളിൽ അധ്യാപകരത് പറയുന്നുണ്ട്: പഠിച്ച് കിഴക്കോട്ട് കയറിപ്പോടാ. എന്നിട്ടും കുറച്ച് മുതിർന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം ഇതാണ്: നീ എന്തിനാണ് ഞങ്ങളുടെ കടപ്പുറത്തുനിന്ന് ആരംഭിച്ചത്? Why did he began from our fringe? പാവപ്പെട്ട മനുഷ്യര് അവന് ചുറ്റും കൂടി. എന്നിട്ട് അവനോട് ചോദിച്ചു, എവിടെയാണ് ദൈവരാജ്യം? അവിടുന്ന് അവരുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിയിട്ട് പറഞ്ഞു, ദൈവരാജ്യമോ അത് നിന്റെ ഉള്ളിലാ. The kingdom of God is within you. അവരിങ്ങനെ കണ്ണ് മുറുക്കെ അടച്ചു. എന്നിട്ടിങ്ങനെ കണ്ണ് നിറഞ്ഞൊഴുകിയ എന്തൊക്കെ ഈ മനുഷ്യൻ പറയണം, എന്തൊക്കെ ഈ തച്ചൻ പറയണം. അവിടെയാണ്, ഇവിടെയാണ്, ആ ആചാര്യനോടൊപ്പമാണ്, ആ വേദഗ്രന്ഥത്തിലാണെന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇപ്പം ഇയാൾ പറയുന്നു നമ്മുടെ ചങ്കില. കുറച്ചുകൂടി സ്വാതന്ത്ര്യവും സാവകാശവും ഉണ്ടായിരുന്നെങ്കിൽ ഈ സന്ധ്യ നമുക്കിങ്ങനെ ആരംഭിക്കുകയോ അവസാനിപ്പിക്കുകയോ ചെയ്യാമായിരുന്നു. ഓരോരുത്തരുടെ അടുക്കലേക്ക് വരിക, കണ്ണീർ നോക്കുക, കാലിൽ തൊടുക, പിന്നെ നമസ്കരിച്ചുകൊണ്ട് ഇങ്ങനെ പറയുക, ജ്യേഷ്ഠ, ചേച്ചി, അനിയത്തി, കൊച്ചെ, സ്നേഹിത, ദൈവരാജ്യം നിന്റെ ഉള്ളില. യുവർ മാസ്റ്റർ ഈസ് യുവർ പോസിബിലിറ്റി. യുവർ മാസ്റ്റർ ഈസ് യുവർ പോസിബിലിറ്റി. അസിസിലെ ഫ്രാൻസിസ് ഒരു കുഷ്ഠരോഗിയെ ചുംബിച്ച്, എന്നിട്ടോ അയാളിങ്ങനെ നടന്നു പോകുമ്പോൾ ഈ കുഷ്ഠരോഗി വാവിട്ട് കരയുക. പാൽക്കൂട്ടൻ ചോദിച്ചു, എന്തേ ഇത്ര കരയാനായിട്ട്? അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, യു നോ ദാറ്റ് മാൻ സ്മെൽഡ് ക്രൈസ്റ്റ്. യു നോ ദാറ്റ് മാൻ സ്മെൽഡ് ക്രൈസ്റ്റ്.
ഇതാണ് സാധ്യത. നമുക്കറിയാം നമ്മുടെ ഗന്ധം നമ്മുടെ ഗന്ധമല്ല, നമ്മൾ ഇടപഴകുന്നതിൻ്റെ ഗന്ധമാണ്. കുർബാനയ്ക്ക് ശേഷം വൈദ്യരുടെ അടുക്കൽ നിൽക്കുമ്പോൾ അവർക്കിങ്ങനെ കുന്തിരിക്കത്തിൻ്റെ ഗന്ധമാണ്. ആടിന് ഇടേൻ്റെ ചൂര, അല്ലെങ്കിൽ ഇടേന് ആടുകളുടെ ചൂര. വല്യപ്പച്ചന്മാരിൽ ഒരാൾ കൃഷിക്കാരനായിരുന്നു. അയാളിങ്ങനെ വരമ്പത്ത് നിന്ന് കയറി വരുമ്പോൾ പുഴയിലെ ഈ ബ്രാലിൻ്റെ ഒക്കെ ഗന്ധമായിരുന്നു. നമ്മൾ ഇടപഴകുന്നതാണ് നമ്മളുടെ ഗന്ധം. കുഞ്ഞിൻ്റെ ഗന്ധമല്ല, അമ്മ തേക്കുന്ന കുഴമ്പിൻ്റെയും മുലപ്പാലിൻ്റെയും ഗന്ധമാണ്. അങ്ങനെയെങ്കിൽ ഇത്രയും കാലം അയാളുമായി ബന്ധപ്പെട്ടിട്ട് ജീവിച്ചിട്ടും why don't you smell Christ? യുദ്ധത്തിന് നിർണായകമായ നിമിഷങ്ങളിൽ ഈ രോമകൂപങ്ങളിൽ നിന്ന് വരുന്ന ഗന്ധം ആരുടേതാ? അപ്പൊ നമ്മുടെ ഒരു സാധ്യതയാണ്. ഒരു 3 നൂറ്റാണ്ടോളം ഇത് അടിമകളുടെ മതമായിരുന്നു. ചരിത്രം പഠിക്കണം. പിന്നീടാണ് കുറച്ച് സമൂഹത്തിലെ മേലേക്കിടയിലുള്ളവർ ക്രിസ്ത്യാനിറ്റിയിലോട്ട് വരിക. അടിമകളുടെ ഗന്ധത്തിന് ഉപയോഗിച്ചിരുന്ന വാക്ക് ഒരു പബ്ലിക് ഡയസിന് പറയാൻ പറ്റാത്ത വാക്കാ, ചൂര. മൃഗങ്ങളുടെ ഗന്ധത്തിന് ഉപയോഗിക്കുന്ന വാക്കാത്. എന്നിട്ടോ ആ ചൂര് മാത്രമുള്ള അടിമകളായ മനുഷ്യരോട് പൗലോസ് ഇങ്ങനെ എഴുതി വെക്കും, യു ആർ ദ ഫ്രാഗ്രൻസ് ഓഫ് ക്രൈസ്റ്റ്. നിങ്ങൾ യേശുവിൻ്റെ സുഗന്ധമാണ്. നമ്മൾ നന്നായിട്ട് ഓർമ്മിക്കുന്നത് ഗന്ധമാണ്. നമുക്കിങ്ങനെ ഓർഡർ പെൻസ് എന്നും പറഞ്ഞൊരു സംഭവമുണ്ട്. ഗന്ധസ്മൃതികൾ, വിശേഷം കുഞ്ഞുങ്ങൾ പലതും രജിസ്റ്റർ ചെയ്യണ ഗന്ധമായിട്ടാണ്. അപ്പം ഉപയോഗിക്കുന്ന ടവല്, അമ്മയുടെ വസ്ത്രമൊക്കെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ മണുത്ത് അറിയണ നിങ്ങൾ കണ്ടിട്ടില്ലേ? വലിയ സ്മൃതി അടയാളമാണ് ഈ ഗന്ധം. വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ കടന്നുപോയി കഴിയുമ്പോൾ നിങ്ങളെ ഓർത്തിങ്ങനെ കണ്ണു നിറഞ്ഞിരിക്കുന്ന ആരെങ്കിലും ഇങ്ങനെ നിങ്ങളെ സാക്ഷ്യപ്പെടുത്തുമോ? യു നോ അപ്പ സ്മെൽഡ് ക്രൈസ്റ്റ്. യു നോ അമ്മ സ്മെൽഡ് ക്രൈസ്റ്റ്. അതിൻ്റെ പോസിബിലിറ്റിയാണ്. അടുത്ത കാലത്തായിട്ട് എനിക്കിങ്ങനെ യേശുവിൻ്റെ ഗന്ധം കിട്ടിയൊരു കുഞ്ഞു സംഭവം പറഞ്ഞിട്ട് നമ്മുടെ ആ ഒരു വിചാരത്തിലേക്ക് ഡയറക്റ്റായിട്ട് പ്രവേശിക്കുന്ന കരുതുക. ഒരു 30 വയസ്സുള്ള ചെറുപ്പക്കാരൻ, നാളെ അവൻ്റെ മനസ്സമ്മതമാണ്. പള്ളി വെച്ച് അവനിങ്ങനെ വാക്ക് കൊടുക്കും. ഒരു 10-11 മണിയായപ്പോൾ അവൻ്റെ ചങ്ങാതിമാർ വന്നിട്ട് പറഞ്ഞു, എടാ നാളെ നീ പള്ളി വെച്ച് വാക്ക് കൊടുക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് നല്ലതല്ലാത്തൊരു ഇന്നലെയുണ്ട്. ഞങ്ങളത് അറിഞ്ഞു. ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ആരുടെയൊക്കെ കൂടെ പോയി പാർത്തിട്ടുണ്ട്. എന്നിട്ട് വീട്ടുകാർ പിടിച്ചുകൊണ്ട് വന്നതാ. കേട്ട മാത്രയില്ല, അപ്പനും അമ്മയും കുരിശ് വരച്ചു. എന്നിട്ട് പറഞ്ഞു, ദൈവമേ നീ കൃത്യമായിട്ട് കാണിച്ചു തന്നല്ല. അപ്പം അവൻ പറഞ്ഞു, ഇത് കൃത്യസമയമല്ല, കാണിച്ചു തന്നിരിക്കുന്ന ദൈവവുമല്ല. എന്താ പറയണ? നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഞാൻ പള്ളിയിൽ വെച്ച് അവൾക്ക് വാക്ക് കൊടുക്കും. വീട്ടുകാർ പറഞ്ഞു, ഓരോ അഹങ്കാരമല്ലേ നീ പറയണത്? ഓരോന്നായിട്ട് ദൈവം കാണിച്ചു തന്നിട്ട് പിന്നെ തർക്കം നീണ്ടുപോകുമ്പോൾ പാതിരിയാകുമ്പോൾ ഇവനെയും വിളിച്ചുകൊണ്ട് ആശ്രമത്തിൽ വന്നു എൻ്റെ പേരൻസ്. എന്നിട്ട് പറഞ്ഞു കൊടുക്കച്ച, ദൈവമായിട്ട് ഓരോന്ന് കാണിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ അവൻ്റെ അഹങ്കാരം കണ്ടില്ലേ? എനിക്കതിനകത്ത് കുറച്ച് യുക്തിയുള്ളതായിട്ട് തോന്നി. നാളെ ഈ ചടങ്ങ് കഴിഞ്ഞിട്ടാണ് ഈ കാര്യങ്ങൾ അറിയുന്നെങ്കിൽ പിൻവാങ്ങുക അത്ര എളുപ്പമല്ല. ഞാൻ ചോദിച്ചു, നീ എന്തൊന്നും പറയാത്തത്? അപ്പം എന്നിങ്ങനെ കുറച്ചു നേരം നോക്കിയിരുന്നു. എന്നിട്ട് പറഞ്ഞു, അച്ഛാ ഒരാൾക്കൊരു കൈപ്പിഴ പറ്റുന്നു, അത് തിരുത്താനായിട്ട് ദൈവം അയാൾക്കൊരു അവസരം കൊടുക്കുന്നു. ആ കളിയിൽ എന്നെ കൂട്ടുകളിക്കാരനാക്കുന്നു. ഞാൻ വേണ്ടെന്ന് വെക്കണ? ഒരാൾക്കൊരു കൈപ്പിഴ പറ്റണം, അത് തിരുത്താനായിട്ട് ദൈവം അയാൾക്കൊരു അവസരം കൊടുക്കണം. ആ കളിയിൽ എന്നെ കൂട്ടുകളിക്കാരനാക്കുന്നു. ഞാൻ വേണ്ടെന്ന് വെക്കണ? ഞാൻ പതുക്കെ ഇങ്ങനെ കണ്ണുപൂട്ടി. എത്ര കണ്ണ് മുറുക്കെ അടച്ചിട്ടും ഈ കണ്ണൊഴുകുന്ന തടയാൻ പറ്റുന്നില്ല. ആൻഡ് യു നോ ദാറ്റ് യങ് മാൻ സ്മെൽഡ് ക്രൈസ്റ്റ്. ഈ മരപ്പണിക്കാരനും അലഞ്ഞു കിടക്കണ
ആ മരപ്പണിക്കാരൻ, ദ നൊമാഡിക് കാർപ്പൻ്റർ ഫ്രം നസ്രത്ത്, രണ്ടുപേർക്കും ഒരേ ഗന്ധമാണ്. ജീവിതത്തിൻ്റെ ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിൽ നിങ്ങളുടെ രോമകൂപങ്ങളിൽ നിന്ന് വരുന്ന ഗന്ധം ആരുടേതാ? മൈ പോസിബിലിറ്റീസ് ക്രൈസ്റ്റ്. ഒരു വിത്ത് തന്നിട്ടുണ്ട്. ആ വിത്തിൻ്റെ പേര് സീഡ് ഓഫ് ക്രൈസ്റ്റ് എന്നാണ്, ക്രിസ്തുവിൻ്റെ വിത്ത്. ആ വിത്ത് കൊണ്ട് നീ എന്ത് ചെയ്തു? താലന്റെ കഥയൊക്കെ അതാ. ആ വിത്ത് കൊണ്ട് നീ എന്ത് ചെയ്തു? വാട്ട് ഡിഡ് യു ഡു വിത്ത് യുവർ പൊട്ടൻഷ്യാലിറ്റി? നിന്റെ സാധ്യതകളുകൊണ്ട് നീ എന്ത് ചെയ്തു? യേശുവാകാനുള്ള സാധ്യത, ഇത്തിരി നനവ്, ഇത്തിരി സൂര്യവെളിച്ചം, ഒരു പിടി മണ്ണ്, അത് മുള പൊട്ടില്ലായിരുന്നേ. സോ വാട്ട് ഹാസ് ഹാപ്പൻഡ് ടു ദ സീഡ് ഓഫ് ക്രൈസ്റ്റ്? ഈ സന്ധ്യയിൽ വെറുതെ ഈ മദ്ബഹയുടെ മുമ്പിലിരിക്കുമ്പോൾ കണ്ണുപൂട്ടി ചോദിക്കണം, വാട്ട് ഹാസ് ഹാപ്പൻഡ് ടു ദ സീഡ് ഓഫ് ക്രൈസ്റ്റ് വിത്തിൻ മീ? എൻ്റെ ഉള്ളിൽ ആ വിത്തിന് എന്നാ പറ്റി? എന്താ ഈ ക്രിസ്തു വിത്തെന്ന് പറയുന്നത്? ലളിതമായ സമവാക്യം ഒന്ന് മനസ്സിൽ വെച്ചാൽ നല്ലതാണ്. ധ്യാനം അധികം, സ്നേഹം അധികം, സഹനം സമം ക്രിസ്തു. ബോബിയിൽ എന്തുമാത്രം ക്രിസ്തു ഉണ്ടെന്ന് ബോബിയുടെ ചങ്ങാതിമാർക്ക് മനസ്സിലാകും. അവർക്ക് 3 ചോദ്യങ്ങൾ അയാളെക്കുറിച്ച് ചോദിക്കേണ്ടതുണ്ട്. 1, ഇയാൾക്ക് എന്തുമാത്രം ധ്യാനമുണ്ട്. 2, ഇയാൾക്ക് എന്തുമാത്രം സ്നേഹമുണ്ട്. 3, ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടി ഇയാൾ എന്ത് ടാക്സ് കൊടുക്കുന്നുണ്ട്. ആ ടാക്സിന്റെ പേരാണ് സഹനം, കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. ഇത് ഒരു 3 ചോദ്യങ്ങളുടെ ഉത്തരവാണ്. യേശു പറഞ്ഞിട്ടുണ്ട്, ചോദിക്കുവിൻ നിങ്ങൾക്ക് നൽകപ്പെടും. നമുക്കൊരു കുഞ്ഞു പ്രശ്നമുണ്ട്. നമ്മളിങ്ങനെ നമുക്കിണങ്ങിയ മട്ടിൽ ഗുരുക്കന്മാരെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഈ തിരുവചനത്തെ ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പറയുന്നു, എന്ത് ചോദിച്ചാലും യേശുവപ്പ തരും. ആട്ടെ, അടുത്ത കാലത്തായിട്ട് നിങ്ങൾ ചോദിച്ച എത്ര കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്? എന്തുമാത്രം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരുടെ അമ്മമാര് പുറത്തിങ്ങനെ മെഴുകുതിരി കത്തുന്ന കുരുകുരുകി പ്രാർത്ഥിക്കുമ്പോൾ അകത്ത് കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ്? ആട്ടെ, ഇത് പഠിപ്പിച്ച ചങ്ങാതി ഒറ്റ കാര്യം മാത്രമേ ചോദിച്ചുള്ളൂ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുത്തു മാറ്റ്. എന്നിട്ട് എന്തുകൊണ്ട് അവൻ്റെ പാനപാത്രം എടുത്തു മാറ്റിയില്ല? അപ്പം നമ്മുടെ പ്രശ്നം, നമുക്കിണങ്ങിയ മട്ടിൽ നമ്മൾ ഇതിനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ള പ്രശ്നമാണ്. തൻ്റെ കാര്യത്തിൽ പോലും ബാധകമാത്തൊരു കാര്യം ക്രിസ്തു നമുക്ക് വേണ്ടി കരുതിയെന്ന് കരുതുന്നത് തെറ്റല്ലേ? അമ്മയും കുഞ്ഞും കൂടി ഇങ്ങനെ പള്ളിയിൽ ചെന്നു. എൻ്റെ അമ്മ കുഞ്ഞിനോട് പറയുകയാണ്, കുട്ട എന്തും പ്രാർത്ഥിക്കുക, ഈശോപ്പ തരും. പുറത്തു വന്നപ്പോൾ ചോദിച്ചു, പ്രാർത്ഥിച്ചില്ലേ? കുട്ടി പറഞ്ഞു, ഇല്ല പ്രാർത്ഥിച്ചില്ല. എന്താ കാര്യം? പുള്ളിയുടെ കാര്യം തന്നെ കഷ്ടത്തിലാണെന്നാ പറയണം. കാത്തലിക് ചർച്ച. ഇങ്ങനെ കുരിശെ കിടക്കുന്ന ആളുടെ ചോട്ടി ചെന്നിട്ടാണ് നമ്മൾ പശുവിന് കറവ് വർദ്ധിക്കണമെന്നും റബ്ബർ പാലിന് വില കൂടെന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതിനുവേണ്ടിയുള്ളതല്ല ഗുരു, അതിനുവേണ്ടിയുള്ളതല്ല ഗുരു. അവരവർക്കിണങ്ങിയ മട്ടിൽ ചിന്തിക്കാനായിട്ട് ധ്യാനിക്കാനായിട്ട് നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ നമുക്കിണങ്ങിയ മട്ടിൽ അവരെ ഇങ്ങനെ വ്യാഖ്യാനം ചെയ്യാൻ പാടില്ല. അങ്ങനെയെങ്കിൽ എന്താണ് ചോദിക്കുവാൻ നിങ്ങൾക്ക് നൽകപ്പെടുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം? ശരിയായ ചോദ്യങ്ങൾ ചോദിക്കുക, നിനക്ക് കൃത്യമായ ഉത്തരം കിട്ടും. അങ്ങനെയെങ്കിൽ 3 ശരിയായ ചോദ്യങ്ങൾ നമുക്ക് ഈ രാത്രിയിൽ ചോദിക്കാം. അതിൻ്റെ ഉത്തരമാണ് ധ്യാനം, സ്നേഹം, സഹനം. എന്തൊക്കെയാണ് ആ 3 ശരിയായ ചോദ്യങ്ങൾ? 1, നീ എവിടെയാണ്? നീ എവിടെയാ? വേദപുസ്തകത്തിലെ ഏറ്റവും ആദ്യത്തെ ചോദ്യമാണ്, നീ എവിടെയാ? ഫൈൻഡ് യുവർ സ്പേസ്. 800 കോടി മനുഷ്യ ഈ ഭൂമിയിലുണ്ട്. പക്ഷെ അതിലൊരാൾ പോലും നിങ്ങളെ കണക്കല്ല. നിങ്ങൾ നുറുങ്ങിയത് കണക്ക് നുറങ്ങിയിട്ടില്ല, നിങ്ങൾ തകർന്ന കണക്ക് തകർന്നിട്ടില്ല, നിങ്ങൾ പുഞ്ചിരിച്ചത് കണക്ക് പുഞ്ചിരിച്ചിട്ടില്ല, നിങ്ങൾ നനഞ്ഞത് കണക്ക് നനഞ്ഞിട്ടില്ല. ഇത്രയും വ്യതിരക്തകളോടി നിങ്ങളെ അവിടുന്ന് ഒഴിവാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇടം കണ്ടെത്താതെ പോകുന്ന കഷ്ടമല്ലേ? 1-ാം പാഠം ഇതാണ്, ഫൈൻഡ് യുവർ സ്പേസ്. സ്വന്തം ഇടം കണ്ടെത്താനുള്ള എൻ്റെ ശ്രമത്തിൻ്റെ പേരാണ് ധ്യാനം. ഫൈൻഡ് യുവർ സ്പേസ്. ഇവിടെ ഒരു കുഞ്ഞുമോൻ ഇരിക്കുന്നുണ്ട്. അടുത്ത സെഷൻ മോൻ ആബ്സെൻ്റ് ആണെങ്കിൽ അത് എംപ്റ്റി ആയിരിക്കും സ്പേസ്. നിങ്ങളൊരാൾ വന്നിട്ട്, മുതിർന്ന ഒരാൾ വന്നിട്ട് ഇരുന്നാൽ
ആ മോനുണ്ടാക്കിയ സ്പേസ് ആവില്ല, അവൻ്റെ സ്പേസ്. എല്ലാവർക്കും വേണ്ടി ഒരു സ്പേസ് ഉണ്ടെന്ന് കാട്ടാൻ വേണ്ടിയാണ് ദൈവം നമ്മൾ ഇത്രയും വ്യതിരക്തയിൽ സൃഷ്ടിച്ചത്. ഒരു 10-20 വയസ്സായപ്പോൾ തന്നെ സൗന്ദര്യം എന്ന് പറഞ്ഞൊരു സങ്കല്പം എൻ്റെ മനസ്സിൽ നിന്ന് മാറിക്കെട്ടി. 800 കോടി മനുഷ്യരും 800 കോടി തരത്തിലിരിക്കുമ്പോൾ എന്തു മാനദണ്ഡം വെച്ചുകൊണ്ടാണ് നിങ്ങൾ സൗന്ദര്യത്തെ അളക്കുക? പിന്നീട് എനിക്ക് മനസ്സിലായി, മനുഷ്യ പുലർത്തുന്ന വ്യത്യാസമാണ് അവരുടെ അഴക. നിന്റെ അനന്യതയാണ് നിന്റെ അഴക. അത്രയും അനന്യതയിൽ സൃഷ്ടിക്കപ്പെട്ട ഞാൻ എൻ്റെ ഇടം കണ്ടെത്താതെ പോകുന്ന കഷ്ടമല്ലേ? ഇപ്പോൾ സ്വന്തം ഇടം കണ്ടെത്താനുള്ള എൻ്റെ ശ്രമത്തിൻ്റെ പേരാണ് ധ്യാനം. നീ എവിടെയാ ഇടം കണ്ടെത്തി കുറെ കൂടി അവബോധത്തിൽ ജീവിക്കുക? അവയർനെസ് പറഞ്ഞൊരു വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അവയർനെസ്. അത് പുസ്തകം മുഴുവൻ അതിൻ്റെ കഥയാണ്. സമരക്കാരി സ്ത്രീ ചോദിക്കുന്നുണ്ട്, എന്താണ് യഥാർത്ഥമായ ആരാധന? യേശു പറഞ്ഞു, സ്ത്രീയെ, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ആരാധിക്കുന്നു. ബി അവെയർ. ദിവസം തീരുമ്പോൾ, സുവിശേഷം തീരുമ്പോൾ എന്താ വായിക്കുന്നത്? യേശു മീൻപിടുത്തക്കാരോട് പറയുകയാണ്, വലതു ഭാഗത്തേക്ക് വലയേറി. വലയെറിയുന്നത് ഇങ്ങനെ വല ചുഴറ്റി എറിയണം. എന്നിട്ട് വലതു ഭാഗത്തേക്ക് വലയെറിയാൻ പറഞ്ഞ അർത്ഥം എന്താണ്? ചെയ്യണ തൊഴില് ബോധപൂർവം ചെയ്യുക, ഡു വിത്ത് അവെയർനെസ്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ ചാകര കിട്ടിയ എന്തും മനുഷ്യൻ ബോധപൂർവം ചെയ്യുമ്പോൾ അവന് ജീവിക്കാനുള്ള കാരണങ്ങൾ അവിടെ നിന്ന് തന്നെ കിട്ടും. ഓർമ്മിക്കണം, സെക്സിന് വേണ്ടി ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള പദം കരുതി വച്ചിരിക്കുന്നത് നമ്മുടെ വേദപുസ്തകം. എന്താണത്? അറിഞ്ഞു. അവൻ അവളെ അറിഞ്ഞു. ആരറിയുന്ന അവളുടെ ഭീതികൾ, അവളുടെ ആകുലതകൾ, അവളുടെ ഫോബിയകൾ, അവളുടെ ആശങ്കകളൊക്കെ കൂട്ടുപോകാതെ നിങ്ങൾ എന്തറിഞ്ഞു എന്നാ പറയുന്നത്? സെക്സ് ഇസ് എ സ്പിരിച്വൽ ആക്ടിവിറ്റി. അന്തം ബ്രെയിൽ വായിക്കുന്ന കണക്കാം. അല്ല, വിരലിങ്ങനെ പുസ്തകത്തിന് തടുപ്പുകളിൽ നീങ്ങുന്നുണ്ടാകും. പക്ഷെ ഒരന്ധനും പുസ്തകം വായിച്ചത് കരം കൊണ്ടല്ല, ചങ്കുകൊണ്ടാ. അവൻ അവളെ അറിഞ്ഞു. എന്തും സഹശയനം ആവട്ടെ, കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കണമാവട്ടെ, ആരാധനയാവട്ടെ, തൊഴിലാവട്ടെ, യുവർ സ്പേസ്. ബി അവെയർ, ബി അവെയർ. ഒന്നതാ, ഇതാണ് ധ്യാനം. സ്വന്തം ഇടം കണ്ടെത്തി ഒരാള് ബോധപൂർവം ജീവിക്കുക. വാൾഡൻ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിനകത്ത് തോറ എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ കണ്ടെത്തൽ ഇങ്ങനെയാണ്: ബോധപൂർവവും സ്നേഹപൂർവവും ഒരാൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ജീവിതം കണക്ക് ഭംഗിയുള്ളൊരു കളി വേറെയില്ല. ബോധപൂർവം, കോൺഷ്യസ്. അപ്പം അതിന് വിളിക്കണ വാക്ക ധ്യാനം. നീ എവിടെയാണെന്നുള്ളതിന് വേറൊരർത്ഥം കൂടിയുണ്ട്. നീ എവിടെ ആയിരിക്കേണ്ടത്? വെരി ഷുഡ് ബി. രാത്രി ഇങ്ങനെ മകൻ്റെ സ്റ്റഡി റൂമിൽ വെട്ടം കാണുന്നു, കുട്ടി പഠിക്കുന്നുണ്ടെന്നൊക്കെയുള്ള സങ്കല്പത്തിൽ നിങ്ങളിങ്ങനെ അടുത്ത് നിന്ന് നോക്കുമ്പോൾ കുട്ടി അത്ര ഭംഗിയില്ലാത്ത ചിലയിടങ്ങളിലൂടെ അവൻ്റെ മൗസിലൂടെ ഇങ്ങനെ കയറിപ്പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് വല്ലാത്ത ഭാരം വരുന്നുണ്ട്. നിങ്ങളുടെ കുട്ടി അത്രയും വലുതായ കാര്യം നിങ്ങളുടെ തലയിൽ വന്നിട്ടില്ല. ലോകത്തെ ഏതൊരു അപ്പനും അമ്മയും കുട്ടിയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: കൊച്ചേ, നീ എന്താ ഇങ്ങനെ? നീ എന്താ ഇവിടെ? വിച്ച് മീൻസ് യു ആർ നോട്ട് സപ്പോസ് ടു ബി ഹിയർ. നീ എവിടെയാണെന്നുള്ളതിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. യു ആർ നോട്ട് സപ്പോസ് ടു ബി ഹിയർ. മനുഷ്യനെ വല്ലാതെ വിമലീകരിക്കണ, വല്ലാതെ തിരികെ വിളിക്കണ ചോദ്യമാണ് വേദപുസ്തകം ആദ്യമേ ചോദിക്കണത്: നീ എവിടെയാ? ഒരു ചെറുപ്പക്കാരൻ്റെ വഴിതെറ്റിയ ഒരു നഗരത്തിലെ ഒരു ഫ്ലാറ്റില് ഒരു ലിഫ്റ്റിലെ ആൾ നിൽക്കുക. അവിടേക്ക് ഇങ്ങനെ അടിച്ചു വരാൻ വരുന്നൊരു സ്ത്രീ കുശലം ചോദിക്കുകയാണ്: വൃദ്ധയാ, കൊച്ചു നീ എങ്ങടാ? പെട്ടെന്ന് അവന് വിറയലുണ്ടാവുന്നു. എങ്ങടാ? 101% തന്നെ അർപ്പിച്ച് ജീവിക്കണ ഒരു സ്ത്രീയെ, പെൺകുട്ടിയെ മറന്നിട്ട് എങ്ങടാ? ലിഫ്റ്റ് വീണ്ടും അമർത്തണ്. അപ്പൊ ആ സ്ത്രീ പറയാണ്: നേരത്തെ ഇതിനകത്തല്ല ഞെക്കിയത്, ഇവിടെ മതി. പുറത്തേക്ക് ഇറങ്ങുന്നു. സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലുമ്പോൾ മഴയാ.
സാരമില്ല, മഴയിലേക്ക് ഇറങ്ങി നടക്കുന്നു. ഒരെഴുത്തുകാരൻ്റെ, ലോകത്തെ മുഴുവൻ ചിരിപ്പിച്ച ഒരു എഴുത്തുകാരൻ്റെ ആത്മകഥയുടെ അധ്യായം ആരംഭിക്കുന്ന കണക്ക് ഞാൻ മഴയിലേക്ക് ഇറങ്ങി നടന്നു, എൻ്റെ കരച്ചിലാരും കാണാതിരിക്കാൻ വേണ്ടി. തിരികെ വിളിക്കണ ചോദ്യമാ, നീ എവിടെയാ? യു ആർ നോട്ട് സപ്പോസ് ടു ബി ഹിയർ, യു ആർ നോട്ട് സപ്പോസ് ടു ബി ഹിയർ. ഇത്തിരി ഒരു വീക്കെൻഡിലൊക്കെ ഇരുന്ന് മദ്യപിച്ചു തുടങ്ങുമ്പോൾ ആരോ ചോദിക്കണം, നീ എവിടെയാ? വല്ലപ്പോഴും ഒന്ന് മദ്യപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മണം വീട്ടി കിട്ടാതിരിക്കാൻ വേണ്ടി രാത്രി കഴിയുന്നതുപോലെ പുറത്ത് നിൽക്കുന്ന ഒരു നാട്ടിൻപുറത്തെ പാവപ്പെട്ട നിങ്ങളുടെ അപ്പനെ നിങ്ങൾ ഓർക്കുന്നു. അത് വലിയ ടാബുവായിട്ട് അയാൾ കരുതിയിട്ടുണ്ട്. ഇപ്പോഴാവട്ടെ അത്തരം ഒരു കാര്യങ്ങളും മനസ്സിലേക്ക് വരാത്തത് എന്തുകൊണ്ടാണ്? കാരണവന്മാർ നൽകിയ പാഠങ്ങളെങ്കിലും കൂട്ടുവേണ്ടേ? നീ എവിടെയാ? ഒന്നാമത്തെ വേദപുസ്തക ചോദ്യമാ, നീ എവിടെയാ? മനുഷ്യന്റെ മുഴുവൻ അലച്ചുകളും പ്രതിസന്ധികളും ഒറ്റ കാരണം കൊണ്ടാണ്, അവന്റെ ഇടം കണ്ടുപിടിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും ഓർക്കുന്നത് ഹാഗാറിനെയാണ്. ഹാഗാറിങ്ങനെ വീട് വിട്ട് ഇറങ്ങി ഓടുകയാണ്. ഒരു സ്ത്രീ വീട് വിട്ടു പോവുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റാത്ത പ്രതിസന്ധി വരുമ്പോഴാണ്. കാരണം ഞങ്ങൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ കുറെ കൂടി ക്ഷമിക്കാനും സഹിക്കാനും കാത്തിരിക്കാനും ഒക്കെ ആയിട്ട് പ്രപഞ്ചം പരുവപ്പെടുത്തിയെടുക്കുന്ന സ്ത്രീകളെയാണ്. ഒരു 10-13 വയസ്സ് തൊട്ട് എൻ്റെ മകൾ, പെങ്ങൾ കടന്നു പോകേണ്ടി വരുന്ന ആ മാസത്തിൻ്റെ അസൗകര്യം ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും ഇങ്ങനെ കുറെ കൂടി ക്ഷമിക്കാനും കാത്തിരിക്കാനും ഒക്കെ ആയിട്ട് നേച്ചർ അവളെ പരിശീലിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ്. എന്നിട്ടോ അവൾക്ക് പോലും താങ്ങാനാവുന്നില്ല സാറായെ. അങ്ങനെ വീട് വിട്ടിറങ്ങി ഓടുമ്പോൾ വഴിയിലെവിടെ വെച്ച് ദൈവം നമ്മളെ തടഞ്ഞു നിർത്തി. എന്നിട്ട് 2 ചോദ്യം ചോദിച്ചു. ഹാഗാറെ, നീ എവിടുന്ന് വരുന്നു? ഹാഗാറെ, നീ എവിടേക്ക് പോകുന്നു? 2 ചോദ്യങ്ങൾ കൊണ്ട് ഒരു അടിമ സ്ത്രീ പ്രകാശിക്കാൻ പോവുകയാണ്. ഫൈൻഡ് യുവർ ഒറിജിൻ ആൻഡ് ഫൈൻഡ് യുവർ ഡെസ്റ്റിനി. നിന്റെ പ്രഭവം എന്താ? നിന്റെ നിയോഗം എന്താ? അപ്പൊ അവൾക്ക് മനസ്സിലായി, അന്തിക്കൂലിക്ക് വേണ്ടി തന്നെ പെടാപ്പണി ചെയ്യിപ്പിക്കുന്ന സാറയല്ല തന്റെ യജമാനത്തി. 2 സ്ത്രീകൾക്കിടയിൽ തർക്കമുണ്ടാകുമ്പോ കാലാകാലങ്ങളായിട്ട് നിശബ്ദത പുലർത്തുന്നു പറയുന്ന പുരുഷന്റെ സ്ട്രാറ്റജി ഉപയോഗിക്കുന്ന ഇബ്രഹാം അല്ല തന്റെ യജമാനൻ. അപ്പൊ അവൾക്ക് മനസ്സിലായി, തന്റെ വേരുകൾക്ക് ആ പരമചൈതന്യത്തോളം പഴക്കമുണ്ട്. ആ നിമിഷം തൊട്ട് അവൾ സത്യത്താൽ സ്വതന്ത്രയായി. പിന്നെ നമ്മൾ വായിച്ചു കേൾക്കുന്നു, അവൾ മടങ്ങിപ്പോവുകയല്ല, അവൾ ഓടിപ്പോവുകയല്ല, മറിച്ച് മടങ്ങിപ്പോവുകയാണ്. ഓടിപ്പോകുമ്പോൾ അവൾക്കിങ്ങനെ അടിമയുടെ ബോഡി ലാംഗ്വേജാ, കൂന് പിടിച്ചാ പോണത്. തിരികെ പോകുമ്പോ അവൾക്കിങ്ങനെ സുൽത്താനയുടെ ആത്മവിശ്വാസമാണ്. സ്വന്തം ഇടം കണ്ടെത്തി ഒരുവൾ അവളുടെ തന്നെ യജമാനത്തിയാണ്. യു ആർ ഗോയിങ് ടു ബി യുവർ മാസ്റ്റർ, യു ആർ ഗോയിങ് ടു ബി യുവർ മിസ്ട്രസ്. നിർഭാഗ്യവശാൽ നമ്മൾ കണ്ടുമുട്ടുന്ന 199 പേരും അവരുടെ യജമാനന്മാരല്ല. ചങ്ങാതി വെച്ച് നീട്ടുന്ന ഒരു വീഞ്ഞു കോപ്പ വേണ്ടെന്ന് വെക്കാൻ ധൈര്യമില്ലാത്തവരാ. ഒരു കടക്കണ്ണിന്റെ ഒരു പ്രേരണ കണ്ടിലും നടിക്കാൻ ബലമില്ലാത്തവരാ. അനിഷ്ടം വരുമ്പോ ശോഭിക്കുന്നവരാ. ദുരന്തം വരുമ്പോ വിഷാദത്തിന്റെ ഇരകളാകുന്നവരാ. നമ്മൾ കണ്ടുമുട്ടിയ 199 പേരും അവരുടെ ഉടമകളല്ല. ബി യുവർ മാസ്റ്റർ, ബി യുവർ മിസ്ട്രസ്. അവനവന്റെ യജമാനത്തെ യജമാനുമായിട്ട് ജീവിക്കുന്നതിനെ വിളിക്കുന്ന വാക്കാണെന്ത്? ധ്യാനം. നാളെ ഈ ഹാഗാർ അടിമപ്പണി ചെയ്യുന്നുണ്ടാവും, പക്ഷെ അടിമപ്പണി ചെയ്യുന്നവരുന്ന അടിമകളല്ല. കോട്ടയത്ത് ഇങ്ങനെ തിരുനക്കര മൈതാനത്തിരുന്നുകൊണ്ട് ചെരുപ്പ് കൂത്തിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ എനിക്ക് ഇങ്ങനെ ജ്യേഷ്ഠൻ തന്നെയായിരുന്നു. ചെരുപ്പൂത്തിനിടയിൽ ആ മനുഷ്യൻ പറഞ്ഞൊരു കാര്യം പിന്നീട് ചില പുസ്തകങ്ങളിലൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. എന്താണത്? അയാൾ പറഞ്ഞു, ബോബി, ചെരുപ്പ് കുത്തുന്ന അത്ര മോശപ്പെട്ട കാര്യമായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഒരു ഹാർട്ട് സർജൻ ഹൃദയം തുന്നുന്ന കണക്കാണ് ഞാൻ ചെരുപ്പ് തുന്നുന്നത്. ദൈവമേ, ഹാർട്ട് സർജൻ ഹൃദയം തുന്നുന്ന കണക്ക് ചെരുപ്പ് തുന്നുന്ന ഒരാൾ. ആദ്യത്തെ ആൾക്ക് നിങ്ങൾ 50,000 ചെക്ക് കൊടുക്കണം. രണ്ടാമത്തെ ആൾക്ക് നിങ്ങൾ 5 രൂപ തൊട്ടിട്ട് കൊടുക്കണം. നിങ്ങളുടെ 5 രൂപ തൊട്ടിന് വേണ്ടി കൂനിപ്പിടിച്ചിരുന്ന് വെയിലത്തിരുന്ന് കരുവാളിച്ചു പോയ മനുഷ്യൻ പറയണ്, ഹാർട്ട് സർജൻ ഹൃദയം തുന്നുന്ന കണക്ക് ഞാൻ ചെരുപ്പ് തുന്നുന്നു. അയാളുടെ യജമാന. സ്വന്തം ഇടം കണ്ടെത്തിയ മനുഷ്യരൊക്കെ അവരുടെ യജമാനന്മാരാ.
ഒരു കുഞ്ഞു തെറ്റിദ്ധാരണ ഒന്ന് ആരംഭത്തിലെ മാറ്റിയേക്കണം. എന്താണത്? ധ്യാനം സ്വസ്ഥത തരുന്നുള്ള തെറ്റിദ്ധാരണയാണ്. ധ്യാനം സ്വസ്ഥത തരുന്നുവെന്ന് നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്ന വേദപുസ്തകത്തിൽ എവിടെയാ പറഞ്ഞിരിക്കണം? വളരെ കൃത്യമായിട്ട് അവിടുന്ന് പറയുന്നുണ്ട്, ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് വാളാ. ഇത്തരം അന്വേഷണങ്ങൾ നിങ്ങൾക്ക് സ്വസ്ഥതയും തരാൻ പോകുന്നില്ല. May the Lord deny you peace and give you glory. May the Lord deny you peace and give you glory. ദൈവം നിങ്ങളുടെ ഈ സ്യൂഡോ സ്വസ്ഥതയെ തകർക്കട്ടെ, എടുത്തു മാറ്റട്ടെ, എന്നിട്ട് നിങ്ങൾ മഹത്വത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകട്ടെ. ധ്യാനം ഇങ്ങനെ സുഖകരമായ കാര്യമൊന്നുമല്ല. കുട്ടികളോട് പറയുന്നൊരു ഫലിതം കണക്ക്, ഇവിടം വരെ താടിരോമം ഉണ്ടായിരുന്നൊരു സന്യാസി ഉണ്ടായിരുന്നു. ഒരു ദിവസം അയാളെ കുറെ കുഞ്ഞുങ്ങളെല്ലാം കൂടി പിടികൂടി. എന്നിട്ട് പറഞ്ഞു, നല്ല ബെസ്റ്റ് താടി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ ചെറിയൊരു സംശയമുണ്ട്, രാത്രി കിടക്കുമ്പോൾ ഈ താടി പുതപ്പിനകത്താണോ ഇടുന്നത് പുറത്താണോ ഇടുന്നത്? അതോടുകൂടി അയാളുടെ ജീവിതം കുട്ടിച്ചോറായി. അകത്തിട്ട് പുറത്തിട്ട് നോക്കി. പിന്നീട് അയാൾ പറയുന്നുണ്ട്, ദുഷ്ടന്മാര്, ഞാൻ ഒരിക്കലും ഉറങ്ങിയിട്ടില്ല. ഇവിടെ തന്നെ ഇരുന്ന് എന്നെ കേട്ടുകൊണ്ട് ഇത്തിരി ഉറക്കം വരുമ്പോൾ ചിന്തിക്കാവുന്നൊരു കാര്യമുണ്ട്, ചെരുപ്പ് പുറത്ത് കിടപ്പുണ്ട്, തിരികെ ചെല്ലുമ്പോൾ ചെരുപ്പുണ്ടായിരിക്കുമോ? പുറത്ത് കിടക്കുന്ന ചെരുപ്പിന് എന്നാ പറ്റുമെന്ന് ആലോചിച്ചാൽ പോലും 1 മണിക്കൂർ പ്രഭാഷണം ഇങ്ങനെ കേട്ടിരിക്കാൻ പറ്റും. സുഖകരമല്ല ധ്യാനം, അല്പം പോലും. ഒന്ന്, നീ എവിടെയാ? രണ്ടാമത്തെ ബൈബിൾ ചോദ്യമാണെന്ത്? നിന്റെ സ്നേഹം എവിടെയാ? What has happened to your love? Where is your brother? Where is your brother? 2 ചോദ്യങ്ങൾ കൊണ്ട് ഈ ദുഷ്ട ദൈവം നമ്മുടെ ഉറക്കം കെടുത്തും. ഒന്ന്, നീ എവിടെ? 2, നിന്റെ സ്നേഹം എവിടെ? മധ്യവയസ്സിലെത്തുമ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലാകുന്നുണ്ട്, കാര്യമായിട്ട് സ്നേഹം ഞാൻ കണ്ടിട്ടില്ല, കിട്ടിയിട്ടുമില്ല, കൊടുത്തിട്ടുമില്ല. നിങ്ങൾ പറയും അതൊക്കെ കുറച്ച് കിട്ടാനും കൊടുക്കാനും ഒക്കെ സാധ്യതയുള്ള ടെമ്പറമെന്റ് ആണെന്ന് തോന്നുന്നുണ്ടല്ലോ. കിട്ടുകയും കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനെ ഒന്നും ഇപ്പൊ സ്നേഹമെന്ന് വിളിക്കാനുള്ള ധൈര്യമില്ല. കിട്ടുകയും കൊടുക്കുകയും ചെയ്ത മുഴുവൻ അനുഭവങ്ങളെയും വിളിക്കാവുന്ന ഒറ്റ വാക്കാണ് പ്രിയം, ഇഷ്ടം. ഇഷ്ടമല്ല സ്നേഹം, ഇഷ്ടമല്ല സ്നേഹം. ഒരേപോലെ ഇരിക്കുന്നത് കൊണ്ട് എല്ലാം ഒന്നും തെറ്റിദ്ധരിക്കരുത്. ഉല്ലാസക്കപ്പലിൽ നിന്ന് ഒരു കുട്ടി വഴുതിപ്പോയി. നോക്കുമ്പോൾ കൂട്ടത്തിലെ ഏറ്റവും ദുഷ്ടനായ ഒരാളാണ് കടലിൽ ചാടി കൊച്ചുമായിട്ട് കയറി വരണം. എല്ലാവരും കൂടി അയാൾക്ക് ഇങ്ങനെ കൈ കൊടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, കൈയൊക്കെ കൊടുക്കാൻ വരട്ടെ, ഈ തിരക്കിനിടയിൽ എന്നെ ആരാണ് വെള്ളത്തിലോട്ട് തള്ളിയിട്ടെന്ന് ചോദിച്ചൊരു സംഭവമുണ്ട്. അംഗം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അതിനിടയിൽ ഒരു കൈപ്പിഴ പറ്റി. ഇനി എക്സൈസ് ആവട്ടെന്ന് ഓർത്തിട്ട് ഇങ്ങനെ കൊച്ചുമായിട്ട് കയറി വരണം. ഇങ്ങനെ ഏതാണ്ടൊക്കെ നടക്കുന്നുണ്ട്. ഈ ശിക്കാരി ശമ്പു എന്നൊക്കെ പറഞ്ഞ് കുട്ടികളുടെ കഥയെ പറയുന്ന കണക്ക് ചെയ്യേണ്ടതൊക്കെ ഒക്കണുണ്ട്. പക്ഷെ ഈ കളിയല്ല സ്നേഹം. ലോകത്തുള്ള ഏതൊരു കൊമ്പനെയും നമുക്ക് കരയിപ്പിക്കാം. അയാളെയും വിളിച്ചുകൊണ്ട് ഇങ്ങനെ മദ്ബഹയുടെ അടുക്കലേക്ക് വരിക. എന്നിട്ട് യോഹന്നാന്റെ പുസ്തകം സുവിശേഷത്തിന്റെ അവസാന അധ്യായത്തിലെ ഒടുവിലത്തെ വരികൾ വായിക്കുക. എന്താണത്? ശിമയോനെ, നീ സ്നേഹിച്ചിട്ടുണ്ടോ? ശിമയോൻ പറഞ്ഞു, നിശ്ചയമായിട്ടും, തർക്കമില്ല, നല്ല സ്നേഹമുള്ള മനുഷ്യ. നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലായി, ഈ 12 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു കാര്യം തൻ്റെ വീടിന് വേണ്ടി നേടിയെടുത്തത് ശിമയോൻ മാത്രമാണ്. യേശുവിൻ്റെ പരസ്യത്തിന്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ അയാൾ ജ്വരബാധയായ തൻ്റെ ഭാര്യാമാതാവിനെ യേശുവിനെ കൊണ്ട് സൗഖ്യപ്പെടുത്തി എടുക്കുന്നുണ്ട്. അത്രയും സ്നേഹമുണ്ട്. കാരണം അവളെ സ്നേഹിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവൾക്ക് ജന്മം കൊടുത്ത വൃക്ഷത്തെ കൂടി സ്നേഹിക്കുക എന്നുള്ള അത്രയും ഭംഗിയുള്ള മനുഷ്യൻ അയാൾ. അതുകൊണ്ട് അയാൾ ധൈര്യമായിട്ടാണ് പറയണത്, നിശ്ചയമായിട്ട് സ്നേഹിച്ചിട്ടുണ്ട്. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ചോദിക്കും, ശിമയോനെ, നീ സ്നേഹിച്ചിട്ടുണ്ടോ? അപ്പൊ അത്രയും ധൈര്യമില്ല. പിന്നെയും കുറച്ചു കഴിഞ്ഞ് ചോദിക്കും, ശിമയോനെ, നീ സ്നേഹിച്ചിട്ടുണ്ടോ? അടുത്ത വരി എന്താണ്? അയാളപ്പോൾ വാവിട്ട് കരഞ്ഞു. സ്വന്തം സ്നേഹത്തെ പുനഃപരിശോധിക്കാനായിട്ട് തയ്യാറുള്ള ഏതൊരു മനുഷ്യനും വാവിട്ട് കരയാതിരിക്കാൻ തരമില്ല. ഇതായിരുന്നു സ്നേഹം. ഇതൊക്കെ തന്നെ സ്നേഹം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നാട്ടിലായിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ തല്ലാനൊക്കെ ആയിട്ട്
ഒന്ന് പിടിക്കുമ്പോൾ എപ്പോഴും തടസ്സം പറഞ്ഞുകൊണ്ടിരിക്കണം നിങ്ങളുടെ വയോധികരായ മാതാപിതാക്കന്മാരാ. കുഞ്ഞുങ്ങളെ തല്ലെന്ന് വിചാരിച്ചാൽ തന്നെ അവരോടെയും ഈ കുഞ്ഞുങ്ങളെ തല്ലാൻ പാടില്ല. ഇപ്പം നമുക്കും കുഞ്ഞുങ്ങൾക്കും ഇടയിൽ ഈ തടസ്സം നിൽക്കുന്ന ഈ അപ്പനും അമ്മയും നമ്മളെ എങ്ങനെയാണ് വളർത്തിയത്? കെട്ടിയിട്ടടിച്ചാ വളർത്തിയത്. എന്നിട്ട് ഇപ്പം എന്താണ് ആ ഒരു മാനസാന്തരം? ഒരു 70-80 വയസ്സായപ്പോൾ മനസ്സിലായി ഇങ്ങനെയായിരുന്നില്ല കുഞ്ഞുങ്ങളെ വളർത്തേണ്ടിയിരുന്നതെന്ന്. അവരുടെ അനുതാപമോ, റിപ്പൻറ്റൻസ്. തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാവർക്കും അറിയാം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല വേണ്ടത്. കഴിഞ്ഞ വർഷം എൻ്റെ 4 സ്നേഹിതന്മാർക്ക് അവരുടെ ഭാര്യമാരെ നഷ്ടമായി. അവരുടെയൊക്കെ സംസ്കാരത്തിനൊക്കെ പോയിട്ട് നമ്മുടെ കുടിസം മുട്ടി വന്ന് കൂനിപ്പിടിച്ചിരിക്കുമ്പോൾ ഞാൻ ഓർത്ത ഇത് മാത്രമാണ്, ഭാര്യ മരിച്ച രാത്രിയിൽ അയാൾ എങ്ങനെയായിരിക്കും? ഭാര്യ മരിച്ച രാത്രിയിൽ അയാൾ എങ്ങനെയായിരിക്കും? ഓരോ ചെറിയ കാര്യങ്ങൾക്കകത്തും അവരോട് ഇങ്ങനെ ശഠിച്ചിട്ടുണ്ട്, നാഗ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ചെറിയ കാര്യങ്ങളാണ്. കാപ്പി തണുത്തു, രാവിലെ വെച്ച ഭക്ഷണം തന്നെ വൈകുന്നേരം വിളമ്പി. ഇനി ദൈവം സഹായിച്ചിട്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം അടുപ്പ് ഇനി കത്തില്ല, അടുക്കളയിൽ ആരും ഇല്ലല്ലോ. ഇനിയിപ്പോൾ ഒരിത്തിരി വരാൻ വൈകി കഴിഞ്ഞാൽ ഡോർബെൽ അടിച്ചിട്ട് കാത്തു നിൽക്കേണ്ടിയൊക്കെ വരുമ്പോൾ എവിടെയായിരുന്നു? ഒരു ഫോണായിരുന്നു. ഞാൻ ശ്രദ്ധിക്കണുണ്ട് നിനക്ക് ഈയിടെയായിട്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി അങ്ങനെയും പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾക്ക് എവിടെ പോകുമ്പോഴും നിങ്ങളുടെ താക്കോലുമായിട്ട് പോകാം. ഇഷ്ടമുള്ളപ്പോൾ ആർക്ക് വേണ്ടിയും കാത്തു നിൽക്കാതെ തുറന്നു കയറുകയും ചെയ്യാം. ജീവിതം ഒരൂഴം കൂടി തരുമ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. വിവാഹത്തിൻ്റെയൊക്കെ ആദ്യ നാളുകളിൽ ഇങ്ങനെ പൊസസീവായ മനുഷ്യർ നമ്മൾ ഒത്തിരി കാണുന്നുണ്ട്. അവരോട് മിണ്ടി ഇവരോട് മിണ്ടി അവിടേക്ക് നോക്കി. ഇപ്പം വല്ലാതെ തളർന്നു കിടക്കുന്ന മനുഷ്യനെ 1-2 ഹോം നേഴ്സുകൾ തിരിച്ചും മറിച്ചും ഇങ്ങനെ സ്പോഞ്ച് പാത്ത് കൊടുക്കുമ്പോൾ കണ്ണു നിറഞ്ഞല്ലേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം? അതോ ഇപ്പോഴും നിങ്ങൾ പറയൂ? അത് കുറേ ശാഠ്യങ്ങൾ. അതിന് വിളിച്ച വാക്കായിരുന്നു സ്നേഹം. മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ നുണയുടെ പേരാണ് സ്നേഹം. പുരാതനമായ നുണ. The most ancient lie is love. എല്ലാവരും ആ നുണ പറഞ്ഞുകൊണ്ടിരിക്കുക. അനുജനിങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ കുഞ്ഞിനെ തല്ലാറുണ്ട്. അപ്പോൾ അനിയത്തി ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറയും, അപ്പയ്ക്ക് സ്നേഹമുള്ളതുകൊണ്ടല്ലേ നിന്നെ തല്ലണത്. അപ്പോൾ ചെറിയ കുഞ്ഞ് അമ്മയോട് ചോദിച്ചത് ഇങ്ങനെയാണ്, അപ്പയ്ക്ക് അമ്മയെ സ്നേഹമാണല്ലോ, എന്നിട്ട് ഇടക്കിടക്ക് അമ്മയെ പിടിച്ചെന്താ തല്ലാത്തത്? സ്നേഹമുള്ളവരൊക്കെ വിളിച്ചിട്ട് ചേട്ടാ ഇങ്ങോട്ട് വാങ്ങുമ്പോൾ അടിച്ചാണ് വിടണം. കുഞ്ഞുങ്ങളോട് ചെയ്യുമ്പോൾ അങ്ങനെ സ്നേഹമായി. വെറുതെ നോണ. മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നോണ. ഇതാണോ സ്നേഹം, അല്ലെങ്കിൽ ഇതാണ് സ്നേഹം എന്ന് പറയാനുള്ള പ്രകാശമൊന്നും എനിക്കില്ല. പക്ഷേ ഇതല്ല സ്നേഹം എന്ന് പറയാനുള്ള വിവേകമായിട്ടുണ്ട്. നേതി ഇറ്റ്സ് നോട്ട്. 1 നീ എവിടെ, 2 നിന്റെ സ്നേഹം എവിടെ? എന്താ ഇഷ്ടവും സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം? കുറേ വ്യത്യാസമുണ്ട്. ഒരു വ്യത്യാസങ്ങളൊന്ന് മനസ്സിൽ ഓർമ്മിച്ചേക്കണം. ഇഷ്ടത്തിന് ഉപാധികളുണ്ട്, സ്നേഹത്തിന് ഉപാധികളില്ല. ഒരു സ്വഭാവം അൺകണ്ടീഷണൽ. തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, കിട്ടിയ മുഴുവൻ സ്നേഹത്തിനും വ്യക്തമായ ഉടമ്പടികൾ ഉണ്ടായിരുന്നു. പരീക്ഷ ജയിക്കുമ്പോൾ അപ്പം പറയുന്നത് ഷട്ടൊക്കെ എടുത്തിട്ട് നമുക്ക് ടൗണിൽ പോയിട്ട് മസാല ദോശ കഴിക്കാം. പരീക്ഷ തോറ്റതിൻ്റെ പേരിൽ ഇവിടെ ഇരിക്കുന്ന ആർക്കും അത് കിട്ടിയിട്ടുള്ളതായിട്ട് ഞാൻ കരുതണില്ല. അത് തന്നെ ഇപ്പോഴും. ചെറിയ മക്കളാണ് ആശ്രമത്തിന് റിട്രീറ്റിനൊക്കെ വരുന്നത്. ഒരാഴ്ചയൊക്കെ ഇങ്ങനെ കൂടെ ഇരുന്നിട്ട് മടങ്ങി പോകുമ്പോൾ അവരവരുടേതായൊരു രീതിയിൽ വന്നിട്ട് പറയും, അച്ഛനെ പിടിച്ചു കേട്ടാ. ഞാൻ പറയും, എന്തുകൊണ്ടാ? നല്ല അച്ഛനാ. നല്ലതല്ല, ശരിക്കും നല്ലതല്ല. കണ്ടില്ലേ ആ ചെറിയ മക്കൾ പരുങ്ങുന്നത്? ഇപ്പോൾ ഓർമ്മ വെച്ച കാലം തൊട്ട് ഈ മധ്യവയസ്സിലും കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്നേഹത്തിന് വ്യക്തമായ ഉടമ്പടിയുണ്ട്. അതിലേതെങ്കിലും ഒരു സമവാക്യം തെറ്റി അപ്പം നിലക്കാവുന്ന ഈ അനുഭവത്തെ വിളിക്കേണ്ട വാക്കല്ല സ്നേഹം. ഒരു സ്വഭാവം, നേച്ചർ. സ്നേഹം സ്വഭാവം. അടുത്ത മഴവെള്ളപ്പാച്ചിൽ ഇങ്ങനെ സകലമാന ജീവജാലങ്ങളും പെട്ടുപോയി.
രമണ മഹർഷി ഇങ്ങനെ ഓരോന്നിനെടുത്ത് രക്ഷിച്ചുകൊണ്ടിരിക്കുക. ഒടുവിൽ രക്ഷിക്കുന്നത് തേളിനെയാണ്. തേളിങ്ങനെ വളരെ കൃതജ്ഞാസൂചകമായിട്ട് ഗുരുജിയെ നോക്കിയിട്ട് ആഘോഷമായിട്ട് കുത്തിയതിൻ്റെ വഴിക്ക് പോയി. ശിഷ്യന്മാർ പറഞ്ഞ്, വലിയ ഗുരുവല്ലേ, തേള് കുത്തുമെന്നറിയാൻ പാടില്ലേ? ഗുരു പറഞ്ഞു, ഓവ, തേള് കുത്തും. കാരണം കുത്തുക എന്നുള്ളത് തേളിൻ്റെ സ്വഭാവം, രക്ഷിക്കുക എന്നുള്ളത് എൻ്റെ സ്വഭാവം. ഇറ്റ്സ് മൈ നേച്ചർ. ജീവിതം നിങ്ങൾക്ക് കയ്പ് നൽകിയത് കൊണ്ട് നിങ്ങൾ എന്തിനാ ജീവിതത്തോട് ഇത്രയും കയ്പുള്ളവരായത്? Should we turn to be bitter? Should we turn to be bitter? മാറ്റമുള്ളത് സ്വഭാവമാണ്. അതുകൊണ്ട് നമ്മൾ വായിച്ചു കേൾക്കുന്ന മരിച്ചവന്റെ ചങ്കിൽ നിന്ന് രക്തവും ജലവും ഒഴുകി. മരണം എല്ലാ പ്രവാഹങ്ങളെയും നിലപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. എന്നിട്ട് അവന്റെ ചങ്കിൽ നിന്ന് ഇങ്ങനെ ഉറവ് പൊട്ടിയെന്ന വേദപുസ്തകം പറയണം. ഗഷ് ഫോർത്ത്. അർത്ഥം എന്താണ്? മരിച്ചിട്ടും അവന്റെ സ്നേഹപ്രവാഹങ്ങൾക്കൊരു തടസ്സമില്ലാതെ ഇപ്പോഴും ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ യേശു സ്നേഹിക്കുന്നെന്ന് പറയുമ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് കരച്ചിൽ വരുന്നത്. രണ്ടതാ, ഇതൊരു സ്വഭാവമാക്കണുണ്ടാ. വെറുതെ ഓർത്തോളണം, ധ്യാനത്തിന്റെ പൂവാണ് സ്നേഹം. ദ ഫ്ലവർ ഓഫ് മെഡിറ്റേഷൻ ഈസ് ലവ്. അഗാധമായ ധ്യാനത്തിൽ നിന്ന് മാത്രം ഉണ്ടാകുന്ന ഒരു സ്വഭാവത്തിന്റെയും സംസ്കാരത്തിന്റെയും പേരാണ് സ്നേഹം. നടന്നുകൊണ്ടിരിക്കുന്ന പലതും സ്നേഹമെന്ന തെറ്റിദ്ധാരണ വേണ്ട. എന്താ ഇഷ്ടം, എന്താ സ്നേഹം എന്ന് പറയാനായിട്ട് യേശു പറഞ്ഞ ഒരു കുഞ്ഞു കഥ കൂടി കണ്ട് നമുക്ക് മൂന്നാമത്തെ ചോദ്യം കൂടി കണ്ടിട്ട് ഈ കാര്യങ്ങളെ പ്രാർത്ഥനയാക്കാവുന്നേ ഉള്ളൂ. അതിങ്ങനെ കളയുടെയും വെള്ളയുടെയും കഥയാണ്. ഒരു യജമാനൻ കാര്യസ്ഥനെ വിളിച്ചിട്ടൊരു പാടം കൊടുത്തു, തോട്ടം കൊടുത്തിട്ട് പറഞ്ഞ്, നോക്കിക്കോ, യു ടേക്ക് കെയർ. അയാൾ വന്നിട്ട് പറഞ്ഞു, ഒരു വിഷമം പറയാനുണ്ട്. എന്താണത്? നീ എന്നെ ഏൽപ്പിച്ച തോട്ടത്തിൽ നിറയെ കളയാ, ഞാനത് പറിച്ചോട്ടെ. യജമാനൻ പറഞ്ഞു, കളയും വെള്ളയും വേർതിരിക്കാൻ നിന്നെ ഏൽപ്പിച്ചിട്ടില്ല. നിന്നെ ഏൽപ്പിച്ചത് ഒരു തുണ്ട് ഭൂമിയാ. നിനക്ക് നിന്നെ ഏൽപ്പിച്ചതിനെ ഒരു തുണ്ട് ഭൂമിയായിട്ട് സ്വീകരിക്കാൻ പറ്റുമോ? ആദ്യത്തിനെ വിളിക്കുന്ന വാക്ക് ഇഷ്ടം, രണ്ടാമത്തിനെ വിളിക്കുന്ന വാക്ക് സ്നേഹം. Can you accept your dear ones as a patch of land? Can you accept your dear ones as a patch of land? അയാളെ അയാളുടെ മദ്യപാനത്തോട് സ്വീകരിക്കാൻ പറ്റുമോ? അവളെ അവളുടെ ഫോബിയകളോടും സംശയങ്ങളോടും ഭീതിയോടും കൂടി സ്വീകരിക്കാൻ പറ്റുമോ? കുഞ്ഞുങ്ങളെ അവരുടെ കുറുമ്പോടുകൂടി സ്വീകരിക്കാൻ പറ്റുമോ? ചങ്ങാതിയെ അയാളുടെ ചതിയോടുകൂടി സ്വീകരിക്കാൻ പറ്റുമോ? Can you accept your dear ones as a patch of land? ആരാ ഇതൊക്കെ വേർതിരിക്കാൻ നിങ്ങളെ ഏൽപ്പിച്ചത്? ആദ്യ തൊട്ടേ ദൈവം പറഞ്ഞിട്ടുണ്ട്, തോട്ടത്തിലുള്ള മുഴുവൻ വൃക്ഷത്തിന് നിനക്ക് അനുഭക്ഷിക്കാം, ഒരൊറ്റ വൃക്ഷത്തിൽ നിന്നൊഴികെ. ഏതാണ് ആ വൃക്ഷം? നന്മതിന്മകളുടെ വൃക്ഷം. എന്താ അതിന്റെ അർത്ഥം? ടു ഡിറ്റർമിൻ വാട്ട് ഈസ് ഗുഡ് ആൻഡ് ഈവിൾ ഇസ് മൈ മോണോപ്പൊളി. എന്റെ അവകാശമാണ്. അത് പറിക്കാൻ ശ്രമിക്കുന്ന വഴിയായിട്ട് നിങ്ങൾ ദൈവമാകാൻ പോയ ഇത് ദൈവമായില്ല, ഭേദപ്പെട്ട മനുഷ്യൻ പോലും ആയില്ല. Can you accept your dear ones as a patch of land? എളുപ്പമൊന്നുമല്ല. ഈ ചലഞ്ചിന്റെ പേരാ സ്നേഹം. ഈ ചലഞ്ചിന്റെ പേരാ സ്നേഹം. അല്ല തന്നെ ഏത് കള, ഏത് വിള, ആരാ നിശ്ചയിക്കേണ്ടത്? രമ വന്നിട്ട് പറയുകയാണ്, 2 മക്കളുണ്ട്. ഒന്നാം എടുക്കണമെന്ന് വെച്ചാ 4 മണി വെളുപ്പിന് എഴുന്നേറ്റ് 7 മണി വരെ ഇരുന്ന് പഠിക്കും. അവന് IAS-നോടാ താല്പര്യം. രണ്ടാമത്തവനോ തോറ്റു. സ്കൂൾ ബസ് വന്ന് ഹോൺ അടിച്ചാൽ പോലും എണീക്കത്തില്ല. കുറെ മീനെയൊക്കെ വളർത്തുന്നുണ്ട്, അതിനിങ്ങനെ ഞാഞ്ഞൂല് പിടിച്ചു കൊടുക്കുക. കുറെ കോഴിക്കുഞ്ഞുങ്ങൾ വളർത്തുന്നുണ്ട്, അതിനെ ഇട്ട് കൊടുക്കുക. ഇങ്ങനൊരു പോഴംകുട്ടി തോറ്റു വെച്ച അമ്മയോട് പറഞ്ഞു, അമ്മ ആരെക്കൊണ്ട് തോറ്റോ ആരെക്കൊണ്ട് ജയിച്ചു നിശ്ചയിക്കാൻ പോണ കാലമാണ്. ഒരു 20 വർഷത്തിന് ശേഷം നിങ്ങളുടെ ഈ കുഞ്ഞുങ്ങൾക്ക് എന്നാ സംഭവിക്കും? ഒന്നാമത്തെ കുട്ടി നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് ഇങ്ങനെ IAS-ലെത്തണം, ബീഹാർ കേഡറിലാണ്. 9 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ അവൻ രാവിലെ വിളിച്ചിരിക്കും വീട്ടിലേക്ക്. അമ്മ സുഖമൊക്കെ തന്നെ അല്ലേ? അതേ മോനെ. ഓട്സൊക്കെ കുടിക്കുന്നുണ്ടാ? ഉണ്ട് മോനെ. പണിക്കാരി ചേച്ചി വരുന്നുണ്ടാ? ഉണ്ട് മോനെ. അങ്ങനെ 9:03 അവൻ ഫോൺ വെക്കും. കാരണം വളരെ നിഷ്ഠമുള്ള മോനാ. അപ്പോഴും അമ്മ പനിച്ചു കിടക്കണം നിങ്ങളെയും ചേർത്ത് പിടിച്ച്
ഏതെങ്കിലും ഒരു ഡോക്ടറുടെ ഹാഫ് ഡോറിന് പുറത്ത് ഈ ടോക്കണൊക്കെ എടുത്ത് നിങ്ങൾക്ക് പൊള്ളുന്നുണ്ടോ എന്ന് നോക്കി ഇങ്ങനെ വേവലാതിപ്പെടാൻ പോകുന്നത് അമ്മ നിങ്ങളുടെ പോഴം മകനായിരിക്കും. അമ്മയോട് ചോദിച്ച് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്താ? ആവശ്യമില്ലാത്തൊക്കെ എന്തിനാ ചോദിക്കണം? എന്നാലും പറ, AB നെഗറ്റീവ്. കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണമ്മ. അങ്ങനൊരു സാഹചര്യം വരികയാണെങ്കിൽ ഈ ബ്ലഡ് ഗ്രൂപ്പിൽ പെട്ട ആരെങ്കിലും ഈ നാട്ടിലുണ്ടോ എന്നറിയാൻ വേണ്ടി ഇങ്ങനെ സൈക്കിൾ ചവിട്ടി YMCയിലും ഓരോ സംഘടനകളിലൊക്കെ ചെന്നിട്ട് ഈ ബ്ലഡ് ഗ്രൂപ്പുള്ള ആരെങ്കിലും അറിയാവോ മക്കളെന്ന് ചോദിച്ച് വെയിലത്ത് കരുവാളിക്കാൻ പോകുന്നത് അമ്മ നിങ്ങളുടെ ഈ പോഴം മകനായിരിക്കും. കാലമാണമ്മ നിശ്ചയിക്കണത് ഏതാ കളയെന്നും വിളയെന്നും. ഞാനിതിങ്ങനെ ആ പത്തനംതിട്ട, റാന്നി ഇടങ്ങളിലൊക്കെ ഇങ്ങനെ കൺവെൻഷന് മുമ്പ് ഈ സംഭവം പറയാറുണ്ട്. അപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വയോധികരായ അമ്മമാരുടെ കണ്ണ് നിറയുന്ന ഞാൻ കാണാറുണ്ട്. കാരണം അവർക്കറിയാം ചില പോഴം മക്കളുള്ളത് കൊണ്ടാണ് ഈ കൺവെൻഷന് പോലും വരാൻ പറ്റുന്നത്. സമയമാകുമ്പോൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരും. അമ്മ പുറകിൽ നിപ്പുണ്ട് കേട്ടോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചേക്കണേ. ആ നാട്ടില് ഒരുവിധം ബുദ്ധിയുള്ളവരൊക്കെ പുറത്താണ്, നിങ്ങൾക്കറിയാം. പുറത്തു പോയവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് അർത്ഥമൊന്നും അല്ല ഈ പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. പക്ഷെ പല കാരണങ്ങളുണ്ടൊക്കെ ഇങ്ങനെ എങ്ങുമെത്താത്ത മക്കള്, അവര് പോഴരല്ല. അത്രേ ഉള്ളൂ, ഒരു പോഴരല്ല. ഇതൊന്നും നിശ്ചയിക്കേണ്ട അവകാശവും ബുദ്ധിയൊന്നും നമുക്ക് നൽകപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു ചെറിയ കാലത്തില് ദൈവം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ചവരെ ഒന്നുകൂടി ചേർത്ത് പിടിക്കാം. അത്രേ ഉള്ളൂ. ചെറിയ കാലമല്ലേ, എല്ലാം ഇങ്ങനെ തിരുത്തിയിട്ടൊക്കെ മാത്രമേ പറ്റൂ. ഒരമ്മയും മകളും കൂടി വന്നിട്ട് ഇങ്ങനെ വലിയ തർക്കം, ഒരു സുഖമില്ല തർക്കത്തിന്. നിങ്ങൾ നീണ്ടു പോകുമ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ മോളെ കെട്ടിച്ചുവിടാൻ വല്ല പ്ലാനുണ്ട്? ഓ, ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ 23 വയസ്സിനപ്പുറം ആരെയും നിർത്തിയിട്ടില്ല. ഞാൻ ചോദിച്ചു, ഇപ്പം മകൾക്ക് എത്ര വയസ്സായി? 21. അതിൻ്റെ അർത്ഥം കഷ്ടിച്ച 1000 ദിവസം പോലും ആ മകൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കില്ല. 1000 ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് അവളെ വഴക്ക് പറയാനില്ല, സ്നേഹിക്കണമെങ്കിൽ പോലും വേറൊരാളുടെ അനുവാദം വേണ്ടി വരും. വെറും 1000 ദിവസം മാത്രം പാർക്കാനായിട്ട്, ഒരുമിച്ച് പാർക്കാനായിട്ട് വിളിക്കപ്പെട്ടവർക്ക് കുറെ കൂടി ചേർത്ത് പിടിക്കാം. ചെറിയ കാലമല്ലേ. എഴുത്തച്ഛനൊക്കെ പറയണം ഇങ്ങനെ, പാന്തർ പെരുവഴി അമ്പലം തന്നിലെന്ന പോലെ. ഒരു മഴ വന്നപ്പോൾ കുറച്ചു പേര് കൂടി ഒരു വെയിറ്റിംഗ് ഷെഡിൽ ഓടിക്കേറി. മഴ കഴിയുമ്പോൾ ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇറങ്ങിപ്പോവും. ആ പോകുന്നവരൊക്കെ നല്ല ഓർമ്മയായിട്ട് പോകണ്ടേ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്? അത്രയും ശ്രദ്ധിക്കണ്ടേ? 1 നീ എവിടെ, 2 നിന്റെ സ്നേഹം എവിടെ? ഈ 2 ചോദ്യങ്ങൾ കൊണ്ട് കാര്യമായ സ്വസ്ഥത കുറവ് സംഭവിച്ചില്ലെങ്കിൽ എങ്ങനെ മനുഷ്യന്റെ സ്വസ്ഥത കളയണമെന്ന് കൊട്ടേഷൻ പിടിച്ചിരിക്കുന്ന ഒരാളുണ്ട്, നസ്രത്തിൽ യേശു. അത് 3ാമത്തെ ചോദ്യം ചോദിക്കും, നിന്റെ കുരിശ് എവിടെയാണ്? വെർ ഈസ് യുവർ ക്രോസ്? ഹാപ്പി ആണല്ലോ എല്ലാവരും. 1 നീ എവിടെ, 2 നിന്റെ സ്നേഹം എവിടെ, 3 നിന്റെ കുരിശ് എവിടെ? ഇതാണ് കുരിശ്. ധ്യാനത്തിന്റെ ശരീരഭാഷ. വിരിച്ചു പിടിച്ച കരമാണ് ധ്യാനത്തിന്റെ ശരീരഭാഷ. ഇത് തന്നെയാണ് സ്നേഹത്തിന്റെ ശരീരഭാഷ. വിരിച്ചു പിടിച്ച കരം. ഫലത്തിൽ എന്നാ സംഭവിക്കണത്? ഒരാൾ ധ്യാനത്തിൽ കൈവിരിച്ചു പിടിച്ചാലും സ്നേഹത്തിൽ കൈവിരിച്ചു പിടിച്ചാലും the body itself becomes a cross. കൈ വിരിച്ചു പിടിച്ച ഉണ്ടാകുന്ന അനുഭവത്തിന്റെ പേരാണെന്ത്? കുരിശ്. സകലം തല നമിച്ചു പിടിച്ച ക്രിസ്തു ഉണ്ടാവും. ആ വാക്ക് ശ്രദ്ധിക്കണം, നമിച്ചു പിടിക്കുക, ചരിച്ചല്ല. കാരണം കഴിമരങ്ങളിൽ കയറി എല്ലാ മനുഷ്യരും അങ്ങോട്ടും ഇങ്ങോട്ടും തലയിട്ടടിച്ചിട്ട് ഒരു വശത്തേക്കും തല ഒടിഞ്ഞു പോകും. ആത്മഹത്യ ചെയ്തവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ചിത്രം മനസ്സിൽ കിടപ്പുണ്ടാകും. ഒരു വശത്തേക്കും തല ഇങ്ങനെ ഒടിഞ്ഞു പോവുകയാണ് ചെയ്യുക. എന്നാൽ ആരും എൻ്റെ പ്രാണനെ എന്നിൽ നിന്ന് എടുത്തതല്ല, ഞാനത് സ്വയമേ അർപ്പിച്ചതാണെന്ന് എൻ്റെ ശരീരഭാഷയായിട്ട് അവൻ തല നമിച്ചു മരിച്ചു. ഈ ബൗഡ് സെഡ് ആൻഡ് ഡൈഡ്. അപ്പൊ കുരിശെല്ലാവരെയും ക്രിസ്തുവൊന്നും ആക്കാൻ പോകുന്നില്ല.
10,000 പേര് കുരിശിക്കാരന ഭൂമിയിൽ ഒരാളൊക്കെ ആയിരിക്കും ക്രിസ്തു. പരിഭവമില്ലാതെ തർക്കമില്ലാതെ സ്നേഹപൂർവ്വമൊക്കെ സഹിക്കുന്നതിനെ വിളിക്കുന്ന വാക്കാണ് തല നമിച്ചു മരിക്കുക, ചരിച്ചല്ല. അതുകൊണ്ടാണ് സഹനത്തിന് യേശു പുതിയൊരു വാക്ക് കണ്ടുപിടിച്ചു. എന്താണത്? സ്നാനം. എനിക്കൊരു സ്നാനം സ്വീകരിക്കാനുണ്ട്. വേറൊരുത്ത അപ്പോസ്തലന്മാർ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എൻ്റെ സ്നാനത്തിൽ പങ്കുചേരാൻ പറ്റുമോ? സഫറിങ്ങിന് യേശു കണ്ടുപിടിച്ച സിനോനിമാണെന്ത്? സ്നാനം. എന്താ സ്നാനം എന്ന് പറയുന്നത്? ബോധപൂർവ. കുളിക്കാൻ ഇഷ്ടമില്ലാത്ത നിങ്ങളുടെ കുട്ടിയെ കുളിക്കാനായിട്ട് ഷവർ താഴെ കൊണ്ടുപോയിട്ട് അവൻ കൊതറി അവൻ കുളിച്ചതിനേക്കാൾ കൂടുതൽ നിങ്ങളെ കുളിപ്പിച്ചിട്ട് കൈതട്ടി മാറ്റി ഓടിപ്പോകുമ്പോൾ പറയത് കൊച്ചിനെ സ്നാനപ്പെടുത്തുകയായിരുന്നു, വല്ല കുളിപ്പിക്കുകയാണെന്നും പറ. മുതിർന്നവരുടെ കുളിയാണ് സ്നാനം. ഒരു ഷവർ താഴെ നിന്നുകൊണ്ട് ഒരു തുള്ളി പോലും പുറത്തു പോകരുന്ന പ്രാർത്ഥനയോട് ഇങ്ങനെ നിൽക്കുന്നതിനെ വിളിക്കുന്ന വാക്കാണ് എന്താ? സ്നാനം. ഇല്ല, ഒരു വിശദീകരണവും ഇല്ല, ഒരാത്മനിന്ദയും ഒരു പരാതിയും ഇല്ല. നിങ്ങളിൽ പലരെ കണക്കും ഇത്രയേ ഉള്ളൂ. സ്നാനം. യേശയാണ് ഒരു 400 വർഷം മുമ്പ് അവൻ അകക്കണ്ണി കണ്ടത്. എന്നിട്ടിങ്ങനെ എഴുതി, ബലിക്ക് വേണ്ടി കൊണ്ടുപോയ കുഞ്ഞാട് കൊതറിയില്ല. ലോകത്ത് എവിടെങ്കിലും കണ്ടിട്ടുണ്ട് ഇറച്ചമുട്ടിലേക്ക് പോകുന്നൊരു മൂരിക്കൂട്ടം കൊതറാത്തത്? കണ്ടു. എവിടെ വെച്ച്? പീലാത്തോസിന്റെ അരമന മുറ്റത്ത്. അവിടെ ഇങ്ങനെ ഒരാളിങ്ങനെ നിൽക്കുക. യേശുവിനെ ഏറ്റവും രക്ഷിക്കാൻ താല്പര്യമുണ്ടായിരുന്ന മനുഷ്യന്റെ പേര് പീലാത്തോസ. കാരണം അയാളുടെ മുമ്പിൽ ഒരു കുറിപ്പ് കിടപ്പുണ്ട്, ഭാര്യ ക്ലോഡിയായിട്ടത്, നിങ്ങൾ വിധിക്കാൻ പോകുന്ന നീതിമാൻ വന്നിട്ട് എൻ്റെ ഉറക്കം കെടുത്തി. സ്വന്തം ഭാര്യയുടെ സ്വപ്നത്തിൽ വന്നിട്ട് അവളുടെ സ്വപ്നത്തെ ചിതറിച്ച് കളയുന്ന നീതിമാന സൂക്ഷിച്ചിടപെടണം. റോമാക്കാർക്ക് ഓമൻ എന്ന് പറയുന്നത് വളരെ ഗൗരവമായൊരു സംഭവം. അതിനവർ ഓവർലുക്ക് ചെയ്യില്ല. അതുകൊണ്ട് യേശുവിന് സ്വയം വിശദീകരിച്ച് പുറത്തു കടക്കാൻ പറ്റുന്ന കുറെ ലളിതമായ ചോദ്യങ്ങൾ അയാൾ ചോദിക്കണം. എന്നിട്ടോ ആ വേദഭാഗം എടുത്ത് വായിക്കുക. അതിങ്ങനെയാണ് അവസാനിക്കുന്നത്, അവൻ്റെ ഒരു ചോദ്യത്തിനും യേശു ഉത്തരം കൊടുത്തില്ല. അടുത്ത വരി എന്താണ്? അവൻ്റെ മൗനം ദേശത്തിൻ്റെ അധിപനെ ആശ്ചര്യപ്പെടുത്തി. ചെയ്താന്ന് ചോദിച്ച നിനക്ക് ചെയ്തില്ലെന്ന് പറയാൻ പാടില്ലേ? പറയില്ല. എന്താ കാര്യം? ഷവർ താഴെ നിൽക്കുക. ചെയ്തില്ലെന്ന് പറയണമെങ്കിൽ പതുക്കം തലയാട്ടണം, വെള്ളം തെറിച്ചു പോകും. അവന്റെ മൗനം ദേശത്തിന്റെ അധിപനെ ആശ്ചര്യപ്പെടുത്തി. നടുക്കിൽ നിന്നാണ് ആദ്യകാല മാൻസ്ക്രിപ്റ്റുകളിൽ ഷോക്ട്. ഈ കൂട്ടുകുടുംബങ്ങളിലൊക്കെ സ്ത്രീകൾ സഹിക്കുന്ന കണക്കെ എന്ത് ചോദിച്ചാൽ ഇവരൊന്നും പറയില്ല, ഇങ്ങനത്തെ നിപ്പ് നിൽക്കും. കാരണം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ചോദ്യം വരും, പിന്നെ ആര് ചെയ്തു? അപ്പൊ ആ ചോദ്യത്തിനുള്ള ഉത്തരം പഴുതിടാൻ വേണ്ടി അവരിങ്ങനെ നിൽക്കും. അങ്ങനെ അവർ നിന്നതിൻ്റെ പേരിൽ അവർ പിന്നെയും പരിഹസിക്കപ്പെടും. എല്ലാം ഉണ്ടാക്കിയിട്ടും നിൽക്കണ നിപ്പ് കണ്ടില്ലേ? ഇതിനെ വിളിക്കണ വാക്കാണ് എന്ത്? സ്നാനം. 1, നീ എവിടെ? 2, നിന്റെ സ്നേഹം എവിടെ? 3, നിന്റെ കുരിശെവിടെ? ഈ 3 ചോദ്യങ്ങൾക്ക് വെറുതെ പാസ് മാർക്ക് കിട്ടിയാൽ മതി, 40% മാർക്ക് കിട്ടിയാൽ മതി. ഒരാളിൽ സംഭവിക്കുന്ന മാറ്റത്തിന്റെ പേരാണെന്ത്? യേശു. പാസ് മാർക്ക് മതി. 90ഉം 100ഉം ഒക്കെ പുണ്യാന്മാർക്കൊക്കെയാണ്, അവർ കൊണ്ടുപോയിക്കോട്ടെ, നമുക്ക് താല്പര്യമില്ല ഈ രൂപ കൂടി നിന്നിട്ട് ഇങ്ങനെ പുകയൊക്കെ അടിച്ച് നിൽക്കാനായിട്ട്. നമ്മൾ ഹാപ്പി ആയിരിക്കണം. പക്ഷെ തോറ്റ എന്നാ ചെയ്യും? കൃത്യമായിട്ട് ചോദ്യം കിട്ടിയിട്ടും നിരന്തരം തോറ്റുകൊണ്ടിരിക്കുന്ന ഭൂമിയിലെ ഏക ജനതയാണ് നസ്രാണി. ചോദ്യപേപ്പർ കിട്ടിയ ആളുകൾ രക്ഷപ്പെടത്തില്ല. കഴിഞ്ഞ ഒരു 19 വർഷമായിട്ട് എവിടെങ്കിലുമൊക്കെ ആരെങ്കിലും വിളിച്ചെന്നാൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. ക്രിസ്തു നമ്മുടെ ഒരു സാധ്യതയാണ്, ഒരു പോസിബിലിറ്റി. ആദ്യമൊക്കെ അത് പറയുമ്പോൾ എനിക്കിന് വലിയ സന്തോഷം വരുമായിരുന്നു. അത്തരം ദിനങ്ങളിൽ എനിക്കിങ്ങനെ എൻ്റെ അപ്പനെ കാണണം തോന്നി. കാരണം ഈ പറഞ്ഞ 3 കാര്യങ്ങളിലും
അപ്പയിലുണ്ട്, ധ്യാനമുണ്ട്. വളരെ റിഫ്ലക്റ്റീവായിട്ട് ജീവിക്കുന്ന മനുഷ്യൻ, വളരെ ഡിച്ചാറ്റാ എല്ലാത്തിനോടും. അമ്മ അപ്പ അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 19 വർഷം കഴിയുന്നു. അമ്മ പറയുകയാണ്, ഇതുവരെ നിന്റെ അപ്പ ചോദിച്ചിട്ടില്ല ഇന്ന് കറിക്കെന്താ. കഴിഞ്ഞ 50 വർഷമായിട്ട് അടുപ്പിലെന്ത് വേഗം ആൾ അന്വേഷിച്ചിട്ടില്ല. വെരി ഡിച്ചാറ്റ് മാൻ. പിന്നെ സ്നേഹമുണ്ട്. പ്രൈമറി സ്കൂൾ അധ്യാപകനായിരുന്നു. പഠിപ്പിച്ചുകൊണ്ടിരുന്ന കടപ്പുറത്ത് സ്കൂളിലാണ്. നല്ല പട്ടിണിയുള്ള കാലമായിരുന്നു അത്. നമുക്ക് ഓർമ്മ വെച്ച നാൾ തൊട്ട് ശനിയും ഞായറും ഒഴിച്ചുള്ള 5 ദിവസങ്ങളിൽ നമ്മളോടൊപ്പം ഭക്ഷണം കഴിക്കാനായിട്ട് വേറെയും കുഞ്ഞുങ്ങൾ വരും. ഉച്ചക്കുണ്ണാനായിട്ട് വരുമ്പോൾ ആദ്യം കാണുന്ന കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് പോരും. ഓൾറെഡി നമ്മൾ ദരിദ്രരാണ്. നമ്മുടെ ഒറ്റമീൻ കറിയിലും ചോറിലും ഈ കുഞ്ഞുങ്ങളും വന്ന് പങ്കുചേരുന്നു. ഇപ്പം സ്നേഹമുണ്ട്. തൻ്റെ മക്കൾ മാത്രമേ ഭൂമിക്ക് മീതി എന്ന തെറ്റിദ്ധാരണയൊന്നും ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകനില്ലല്ല. പിന്നെ സഹിച്ചതിൻ്റെ കണക്കില്ല. സാമാന്യം സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടായിരുന്നൊരു വല്യപ്പച്ചൻ അനുജന്മാരോടുള്ള വാശിയുടെ പേരിൽ 3 ചെറിയ മക്കളെയും പെറുക്കിയെടുത്ത് കൊച്ചിയിൽ നിന്ന് ഇപ്പം ഞങ്ങൾ പാർക്കുന്ന തിരുവിതാംകൂറിലെ കടപ്പുറത്തേക്ക് വരുമ്പോൾ വല്യപ്പച്ചൻ്റെ കൈവശമുണ്ടായിരുന്ന 3 കുഞ്ഞുങ്ങളും 2 വെള്ളി നാണയം മാത്രം. അവർ തിന്ന പട്ടിണിക്കൊരു കണക്കുമില്ല. പിന്നെയും ഒരു പക്ഷേ എനിക്ക് പറയാനായിട്ട് സ്വാതന്ത്ര്യമില്ലാത്ത കുറേ വിഷമങ്ങളാണ്. അപ്പം ധ്യാനമുണ്ട്, സ്നേഹമുണ്ട്, സഹനമുണ്ട്. പെട്ടെന്ന് എനിക്ക് തോന്നി, എനിക്ക് പരിചയമുള്ള എൻ്റെ ആദ്യത്തെ ക്രിസ്തു എൻ്റെ അപ്പ തന്നെയാണ്. വളരെ കുറച്ച് പരിചയം മാത്രം നമുക്കിടയിൽ ഉണ്ടായപ്പോൾ ഞാനെന്തിനാ ഈ വീട്ടുവിശേഷങ്ങളൊക്കെ നിങ്ങളോട് പറയണം? എൻ്റെ അപ്പയെ പരിചയപ്പെടുത്താൻ വേണ്ടിയല്ല, മറിച്ച് ഇവിടെ ഇരിക്കണ ഏകദേശം ഒരു 350 പേരുടെ അപ്പന്മാരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ എണീറ്റിട്ട് പറയുകയാണ് ഇത് എൻ്റെ അപ്പൻ്റെ കഥയല്ലെന്ന് പറഞ്ഞെന്നാൽ അന്ന് ഞാൻ ഈ പണി നിർത്തും. പിന്നെ ഞാനീ പണിക്ക് പോകത്തില്ല. ഇറ്റ്സ് എവരിബഡി സ്റ്റോറി. ചിലർ ചിലപ്പോൾ പറയും അപ്പം കുടിക്കുമായിരുന്നു, അമ്മയായിട്ട് വഴക്കിട്ട് കണ്ടിട്ടുണ്ട്. ഒരു 40 വയസ്സാകുമ്പോൾ അപ്പം കുടിച്ചു എന്ന് പറയുന്നത്, അമ്മയായിട്ട് വഴക്കിട്ടെന്നൊക്കെ പറയുന്നതും സില്ലിയല്ലേ? നിങ്ങളെന്താ ഒന്നും ചെയ്തിട്ടില്ല? എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ അമ്മയേക്കാൾ ഒരുപക്ഷെ സഹിക്കണത് അപ്പനാണെന്ന് തോന്നൽ എനിക്കുണ്ട്. വേറൊന്നും കൊണ്ടല്ല, അമ്മമാർക്ക് ഒത്തിരി വെന്റിലേഷൻസ് ഉണ്ട്, ദൈവങ്ങളുണ്ട്. കാത്തലിക് ഒരു ട്രഡീഷനാണെങ്കിൽ പുണ്യവാന്മാരുണ്ട്. ചൊവ്വാഴ്ച അന്തോനിയോസ് ഉണ്ണാളും ബുധനാഴ്ച ഔസേപ്പിതാവ് എവിടെയെങ്കിലുമൊക്കെ പോയി കരഞ്ഞും മെഴുതിരി കത്തിച്ചുമൊക്കെ തീരാവുന്ന ഔട്ട്ലെറ്റുകൾ. കുറച്ചുകൂടി മുതിർന്നു കഴിയുമ്പോൾ അവരിങ്ങനെ മക്കളെ ട്രസ്റ്റിലെടുക്കും, മക്കളോടൊക്കെ ഓരോന്ന് പറയാൻ തുടങ്ങും. എന്നാൽ നമ്മുടേത് കണക്കൊരു നാട്ടിൽ നിർഭാഗ്യവശാൽ ഒരു ശരാശരി മലയാളി അച്ഛന് ദൈവവും ഇല്ല, മക്കളും ഇല്ല. അകത്ത് കിടന്ന് കടുക്കുകയാണ് അവരുടെ തലവര. ഞാൻ കണ്ടിട്ടുണ്ട്, കടപ്പുറത്തൊക്കെ ഉള്ള ചില അമ്മച്ചിമാർ ചെറുപ്പത്തിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. അവരിങ്ങനെ പറയും, നിങ്ങൾ എനിക്ക് മുമ്പേ പോകണം കേട്ടാ. മരിച്ചു പോകണം എന്നർത്ഥം തന്നെയാണ്, നിങ്ങൾ എനിക്ക് മുമ്പേ മരിക്കണം. ജീവിക്കാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല, മറിച്ച് വിവേകമതികളായി ഈ ഗ്രാമീണ സ്ത്രീകൾക്കറിയാം അവരില്ലെങ്കിൽ ഇവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലെന്ന്. അത്രയും അശുക്കളാ. സ്വന്തം വീടിൻ്റെ അടുക്കളയിൽ ചെന്നിട്ട് മകൻ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്ന പെൺകുട്ടിയോട് റോസി ഒരു ഗ്ലാസ് വെള്ളം എടുക്കുന്ന പോലും പറയാനായിട്ട് ധൈര്യമില്ലാത്ത ആൾക്കാരാണ് പുറത്തിങ്ങനെ ചാരുകസേലിൽ മീശയും പിരിച്ച് കിടക്കണം. മീശ ഇങ്ങനെ കട്ടിയാവുന്ന, കരഞ്ഞു കരഞ്ഞ് കട്ടിയാവണം. സാധുക്കളാ. സോ ഇറ്റ്സ് എവരിബഡി സ്റ്റോറി. ഇതാണ് യേശു പറഞ്ഞ മറ്റൊരു വാക്കിന്റെ അർത്ഥം, ദൈവരാജ്യം നിങ്ങളുടെ ഇടയില. നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ദൈവരാജ്യം നിന്റെ ഉള്ളിലാണ്, പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ദൈവരാജ്യം നിന്റെ ഇടയില. ഉള്ളിലെ ഈ ദൈവരാജ്യത്തിന്റെ സുഗന്ധം കിട്ടിക്കഴിയുമ്പോൾ ഈ അടുത്തിരിക്കുന്നവർ ദൈവരാജ്യം മനസ്സിലാവും. എല്ലാവരും അടുത്തുണ്ടായിരുന്നു,
SLC പരീക്ഷയുടെ അവധിക്കാലത്ത് വായിച്ചൊരു കഥയുടെ അർത്ഥം മനസ്സിലാക്കാൻ ഈ പ്രായം വേണ്ടി വന്നു. ഒരു മകൻ ഇങ്ങനെ വീട് വിട്ടു പോവുകയാണ്. അപ്പൊ അവന് ഗുരുവിനെ തപ്പി പോവുക. ജാപ്പാനീസ് സ്റ്റോറിയായി. ഇപ്പൊ നമ്മൾ സെൻ സ്റ്റോർ എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു രൂപം. അവൻ്റെ 19 വർഷം അലഞ്ഞിട്ടും ചെറുപ്രായത്തിൽ പോയ അവനിങ്ങനെ ഗുരുവിനെ കിട്ടിയില്ല. ഒരു ദിവസം അവനെ കണ്ട ഒരു പ്രകാശമുള്ള മനുഷ്യൻ പറഞ്ഞു, ഇത്രയും കാലം നീ ഗുരുവിനെ തപ്പി നടക്കുകയല്ലായിരുന്ന, ഇനിയൊരു കാര്യം ചെയ്യും, നീ വീട്ടിലേക്ക് മടങ്ങിപ്പോ, നിന്റെ ഗുരു നിന്നെ തപ്പി അവിടെ വരും. അവൻ പറഞ്ഞു, എൻ്റെ ഗുരു എന്നെ തപ്പി അവിടെ വരുമ്പോ ഞാൻ എങ്ങനെയാളെ മനസ്സിലാക്കണത്? അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, നിന്റെ ഗുരു നിന്നെ തപ്പി വരുമ്പോ അയാളുടെ കാലിൽ ഒറ്റച്ചെരുപ്പേ ഉണ്ടാവത്തുള്ളൂ. ആ കഥയുടെ പേര് തന്നെ അങ്ങനെയാണ്, ഒറ്റച്ചെരുപ്പിട്ട ഗുരു. അങ്ങനെ 10-20 വയസ്സിൽ പോയൊരു മകൻ 70 വയസ്സിൽ ഇങ്ങനെ മടങ്ങി വരികയാണ്. അയാളെക്കാൾ ഇങ്ങനെ വയസ്സായ അമ്മ ഉണ്ടാവണമല്ല. 90-ലെത്തിയ അമ്മ ഇങ്ങനെ കാത്തു കിടക്കുക, ഇവനെന്തെങ്കിലും വരും എന്നൊക്കെ ഓർത്തിട്ടെ. എന്നും ഇങ്ങനെ അത്താഴമൂടി ഇരിക്കുക. പാതിരായപ്പോ ഇങ്ങനെ ഉമ്മറത്തിങ്ങനെ അവന്റെ ശബ്ദം കേട്ടു. ഇത് അവൻ തന്നെയെന്നും പറഞ്ഞുകൊണ്ട് ഈ അമ്മ പുതപ്പൊക്കെ വലിച്ചെറിഞ്ഞിട്ട്, ജാപ്പാനീസ് ഒരു രീതി ഉണ്ട്, അവരിങ്ങനെ വീടിനകത്ത് ഒരു ചെരുപ്പൊക്കെ ഇട്ട് നടക്കും, തടിച്ചെരുപ്പ്. അത് വലിച്ചിട്ടിട്ട് പുറത്തേക്ക് ഇങ്ങനെ മുടന്തി പോകുമ്പോൾ, അല്ലെങ്കിൽ മുടന്തി ഓടുമ്പോൾ ഒരു വാതിൽപ്പടി തട്ടി അമ്മയുടെ ഈ 2 ചെരുപ്പിലും തെറിച്ചു പോയി. അതെടുക്കാൻ കുനിഞ്ഞു കഴിഞ്ഞെന്നാൽ അവനെ കാണാൻ അത്രയും വൈകുന്നോർത്തിട്ട് ആ ചെരുപ്പിന് അതിൻ്റെ പാട്ടിന് വിട്ടിട്ട് അമ്മ ഒറ്റച്ചെരുപ്പിലും മുടന്തി ഉമ്മറത്തെത്തി. മകൻ അമ്മയെ നമസ്കരിക്കാനായിട്ട് കുനിഞ്ഞപ്പോൾ കണ്ടു അമ്മയുടെ കാലിൽ ഒറ്റച്ചെരുപ്പ്. 15 വയസ്സിലേക്ക് ഇത് എങ്ങനെ ആർക്കെന്ത് മനസ്സിലാവാനാ? പക്ഷേ ഒരു മധ്യവയസ്സ് അതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ട്. പ്രകാശമുള്ള, അറിവുള്ള, എഴുത്തുകാരായ, പഠനമുള്ള കുറേ സ്ത്രീകളെ ഈ ഒരു യാത്രയിൽ നമ്മൾ കാണുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ടോ അവരിൽ ഒരാൾക്ക് പോലും വീടിന് പുറത്ത് കടക്കാത്ത, കാര്യമായ പഠനമില്ലാത്ത, സാധുവായ എൻ്റെ അമ്മയോളം പ്രകാശമില്ലെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. എല്ലാവരുടെയും ഗുരുക്കന്മാർ അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഒറ്റച്ചെരുപ്പിട്ട് മുടന്തി. ഇപ്പൊ 2 തിരുവചനം കൊണ്ട് ഭംഗിയുള്ളതാക്കാവുന്ന ഒരു ആയുസ് എൻ്റേത്. ഒന്ന്, ദൈവരാജ്യം എൻ്റെ ഉള്ളിലാണ്. അത് മനസ്സിലായി കഴിഞ്ഞാൽ ഇങ്ങനെ അടുത്തിരിക്കുന്നവരുള്ളിലെ ദൈവരാജ്യം മനസ്സിലാവും. അപ്പൻ്റെ ദൈവരാജ്യം മനസ്സിലാവും. ഭക്ഷണം വിളമ്പണ ആ സ്ത്രീയുടെ ദൈവരാജ്യം മനസ്സിലാവും. അപ്പം വന്നാൽ ഉറങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞ് ചടിക്കണ കുഞ്ഞിന്റെ ദൈവരാജ്യം മനസ്സിലാവും. The kingdom of God is amidst us. ഈ 2 തിരുവചനങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ വ്യത്യാസം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന്, എനിക്കിപ്പോൾ എന്നോട് മുടിഞ്ഞ മതിപ്പ. നിങ്ങൾ പറയും കോന്തൻ, തന്നെത്താനും മതിപ്പാണെന്ന് പറയുന്ന ഒരാളെയാണല്ലോ ഇത്ര നേരം ഗൗരവമായിട്ട് കേട്ടുകൊണ്ടിരുന്നത്. പക്ഷെ എൻ്റെ പ്രശ്നം തന്നെ അതായിരുന്നു. എനിക്ക് എന്നോടൊരു മതിപ്പുമില്ലായിരുന്നു. കാര്യം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുത്തിക്കുറിക്കും പറയുമെന്നൊക്കെ പറഞ്ഞാൽ പോലും അവനവനോട് മതിപ്പുണ്ടായതൊന്നും പോരാ. എന്നാൽ ദൈവരാജ്യം ഉള്ളിലുണ്ടെന്ന് മനസ്സിലാക്കിയ ആ ദിവസം തൊട്ട് എനിക്ക് എൻ്റെ ജീവിതം കുലീനമായിട്ട് അനുഭവപ്പെട്ടു. പാവപ്പെട്ട ഒരു സ്കൂൾ മാസ്റ്ററിന്റെ മോൻ ഇങ്ങനെ ഏതൊരു പ്രഭുവിനെ കണക്ക് ജീവിക്കാൻ പഠിച്ചു. കുലീനത, ഡിഗ്നിറ്റി. പിന്നെ എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ശൈശവാവസ്ഥയിൽ തന്നെ ഉള്ള ഈ ദൈവരാജ്യ അനുഭവം, ഞാൻ കണ്ടുമുട്ടുന്ന മനുഷ്യരുടെ ഉള്ളിൽ ഇങ്ങനെ പൂക്കളായിട്ട് സുഗന്ധം കൊടുക്കുന്നതും പഴമായിട്ട് മധുരിക്കണം പറഞ്ഞപ്പോൾ എനിക്കിങ്ങനെ കണ്ടുമുട്ടുന്നവരുടെ ആദരവ് വർദ്ധിച്ചു. അതുകൊണ്ട് 2ാമത്തെ വ്യത്യാസം, 1 സെൽഫ് എസ്റ്റീം, 2 റെസ്പെക്ട് ഫോർ അതേഴ്സ്. പലരെയും കാണുമ്പോൾ, പലരെയും കേൾക്കുമ്പോൾ ഇങ്ങനെ കാലത്തൊട്ട് നമസ്കരിക്കാൻ തോന്നുന്നു. പിന്നെ അത്തരമൊരു രീതി നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ പതുക്കെ പിൻവാങ്ങുക. അടുത്ത ജന്മത്തിലെങ്കിലും ഇങ്ങനെ വടക്കേ ഇന്ത്യയിൽ ജനിക്കണം, അവിടെ ഇങ്ങനെ ഓടി നടന്ന് കാലത്തൊടാം. അടുത്ത കാലത്തായിട്ട് എനിക്കിങ്ങനെ കാലേ തൊടാൻ തോന്നിച്ച ഒരാളുടെ കാര്യം പറഞ്ഞ് ഈ ഒരു സത്സംഗം അവസാനിപ്പിക്കുകയാണ്. കോട്ടയത്ത് നിന്ന് ഇങ്ങനെ കൊച്ചിയിലോട്ട് ലിമിറ്റഡ് സ്റ്റോപ്പ് പ്രൈവറ്റ് ബസ് ഉണ്ട്, കത്തിച്ചു വിടും. ഏറ്റുമാനൂർ കഴിഞ്ഞപ്പോൾ ഒരാൾ ഛർദ്ദിക്കാൻ തുടങ്ങി.
ഇതൊക്കെ ഇങ്ങനെ ചെതറി വീഴാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഷട്ടറൊക്കെ ഇട്ടിങ്ങനെ സേഫ് ആകുമ്പോൾ നല്ല തിരക്കുള്ള ബസ്സാണ്. ടിക്കറ്റ് മുറിച്ചു കൊടുക്കുന്ന മോനുണ്ട്, കഷ്ടിച്ചൊരു 20-21 വയസ്സുണ്ടാവും. അവൻ ഈ തിരക്കിനിടയിൽ കൂടി ഇങ്ങനെ വന്ന് നമ്മുടെ ആ ചെറിയ വിടവിൽ വന്ന് നിന്നിട്ട് ഈ ഛർദിക്കണ പാസഞ്ചറെ തടവി തുടങ്ങി. ഞാൻ നന്നായിട്ട് യാത്ര ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ഇത്രയും യാത്രകളിടയിൽ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല ഛർദിക്കണ പാസഞ്ചറെ ഇങ്ങനെ കണ്ടക്ടർ തടയി കൊടുക്കണേ. അപ്പം എനിക്ക് മനസ്സിലായി ഇതൊരു സ്പെഷ്യൽ ജനസിൽപ്പെട്ട മോനാണ്. പിന്നെ മുമ്പിലോട്ട് പോയിട്ട് ഈ ഡ്രൈവറിൻ്റെ സീറ്റിനടുത്ത് നിന്ന് ഒരു കുപ്പി വെള്ളമായിട്ട് വന്നിട്ട് അയാൾക്ക് കൊടുത്തിട്ട് പറഞ്ഞ്, കൊപ്പിളിച്ചോള ചേട്ടാ, ആ രുചി മാറുമ്പോൾ തന്നെ സുഖം ഉണ്ടാകും. എന്നിട്ട് തിരികെ അയാൾ കുപ്പി കൊടുക്കുമ്പോൾ പറഞ്ഞ്, വലിച്ചു കുടിക്കേട്ടാ. അയാൾക്കൊരു ഇത്തിരി ഒരു വൈമുഖ്യം, കാരണം അവർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വെള്ളമല്ലേ, പൈപ്പിൽ കിട്ടുന്ന വെള്ളമല്ലേ ചേട്ടാ, വലിച്ചു കുടിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കൊരു അസുഖമുണ്ട്, കാലെ തൊടണം, എനിക്കിവന്റെ കാലെ അപ്പം തൊടണം. പിന്നെ അങ്ങനെ തോന്നുന്നൊക്കെ ചെയ്യണം, ശരിയല്ല എന്നൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ ഒരു കൈ കൊണ്ട് മറ്റേ കൈ ബലമായിട്ട് പിടിച്ച് ഇങ്ങനെ വയറ്റിൽ വരെ എത്തി. അവിടെ വന്നപ്പോൾ ചെറിയൊരു തിരക്കുണ്ടാ, എല്ലാവരും ഇങ്ങനെ ഇറങ്ങണ തിരക്കാണ്. ആ തിരക്കിൽ ഞാൻ കാര്യം പറ്റിച്ചു. ഞാൻ പതുക്കെ അവൻ്റെ കാലേ തൊട്ടു, നമസ്കരിച്ചു. ഇവൻ്റെയൊക്കെ കാലേ തൊട്ടില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്തിനാ മീശയും വെച്ച് അടന്നിട്ട്. എനിക്ക് അവനോട് ഒരു കാര്യം കൂടി പറയാൻ താല്പര്യം ഉണ്ടായിരുന്നു. അവൻ്റെ കഴുത്തിൽ ഇങ്ങനെ മലക്ക് പോകുന്ന മാല കിടപ്പുണ്ടാകും. എനിക്കതുകൂടി പറയാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നു. നീ എന്തിനാ മോനെ മലക്ക് പോകുന്നത്? നീ തന്നെയാണ് അയ്യപ്പൻ, നീ തന്നെ അയ്യപ്പൻ. ഇരുമുടി കെട്ടെടുത്ത് നഗ്നപാതനായിട്ട് കല്ലും മുള്ളുമൊക്കെ ചവിട്ടി വ്രതമൊക്കെ എടുത്ത് 18ാം പടി ചവിട്ടി ചെല്ലുമ്പോൾ അവിടെ ഒറ്റ കാര്യം മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ. എന്താണത്? തത്വമസി. You are that. You are that. You are that. അത് കേൾക്കാനായിട്ട് അവിടം വരെ ചിലപ്പോൾ പോണമെന്നില്ല. കോട്ടയം എറണാകുളം റൂട്ടിൽ ടിക്കറ്റ് മുറിച്ചു കൊടുത്താലും മതി. രണ്ടതാണ് ഈ അവനവൻ്റെ ഉള്ളിൽ ദൈവരാജ്യത്തെ ഭംഗിയായിട്ട് ജീവിക്കുന്ന കുറേ മനുഷ്യരാണ്. അവരെ കാണുമ്പോൾ നമസ്കരിക്കാൻ തോന്നുന്നു. ഇത് രണ്ടും കൂടി ചേർന്നിട്ട് ഒരു അനുഭവത്തെ വിളിക്കുന്ന വാക്കാണ് എന്താ? സ്പിരിച്വാലിറ്റി, സെൽഫ് എസ്റ്റീം ആൻഡ് റെസ്പെക്ട് ഫോർ അതേഴ്സ്. യുഗയുഗാന്തരങ്ങളായി മറച്ചു വെച്ച ഒരു നിഗൂഢത അവസാന കാലങ്ങളിൽ തൻ്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ അവിടെ തീരുമാനിച്ചു. ആരാ വിശുദ്ധര്? ആദിമ ക്രൈസ്തവര് തങ്ങളെ തന്നെ വിശേഷിപ്പിച്ചിരുന്ന വാക്കായിരുന്നു എന്താ? വിശുദ്ധർ. Christians used to address themselves as saints. Address themselves as saints. പൗലോസൊക്കെ കത്തെഴുതുമ്പോൾ ശ്രദ്ധിക്കാൻ മനസ്സിലാകും. ഇന്നടത്തെ വിശുദ്ധരെ അഭിവാദ്യം ചെയ്യുന്നു, അങ്ങനെ പറഞ്ഞ. പൗലോസിന്റെ ലേഖനമൊക്കെ വായിച്ചിട്ട് ഇങ്ങനെ സാമാന്യ ഊർജം കിട്ടിയ ഞാൻ ഒരു കൺവെൻഷൻ ഇങ്ങനെ കണ്ണൂർ ആരംഭിച്ചത് ഇങ്ങനെയാണ്. ഞാൻ ആലപ്പുഴക്കാരനാണ്. ഞാൻ തുടങ്ങിയത് ഇങ്ങനെയാണ്. ആലപ്പുഴയിലെ വിശുദ്ധര് കണ്ണൂരിലെ വിശുദ്ധരെ അഭിവാദ്യം ചെയ്യുന്നു. അപ്പോൾ ഉറങ്ങിയവർ പോലും ഞെട്ടിയെണ്ണി ചിരിച്ചിട്ട് പിന്നെ ഉറങ്ങി. പിന്നെ ചിരിച്ചോണ്ടാ ഉറങ്ങുന്നത്. ഇങ്ങനെ അത്ര അത് ഫലിതമായിപ്പോയി. നമുക്ക് ഈ വാക്കിനെയൊക്കെ തിരികെ പിടിക്കണ്ടേ? സെയിൻസ്. ക്രിസ്ത്യൻസ് യൂസ് ടു അഡ്രസ് ദംസെൽഫ് ആസ് സെയിൻസ്. ഇപ്പൊ വിശുദ്ധരെ സൃഷ്ടിക്കണ രഹസ്യം ഇതാണ്. എന്താണ്? മഹത്വത്തിന്റെ ആദികാരണമായ ക്രിസ്തു നിന്റെ ഉള്ളിലുണ്ട്. മഹത്വത്തിന്റെ ആദികാരണമായ ക്രിസ്തു നിന്റെ ഉള്ളിലുണ്ട്. ആ രഹസ്യം വെളിപ്പെട്ട് കിട്ടിക്കഴിഞ്ഞാൽ യു ആർ ഗോയിങ് ടു ബി ഹോളി. യു ആർ ഗോയിങ് ടു ബി ഹോളി. യു വിൽ നോട്ട് വയലേറ്റ് പീപ്പിൾ. ആ രഹസ്യം വെളിപ്പെടുത്തി തരണമെന്ന് അരുവിയോട് പ്രാർത്ഥിക്കാം. ഇത്തിരി ഒന്ന് നേരെ ഇരുന്ന് നമ്മുടെ പതിവ് രീതിയിൽ ഇത്തിരി ഒന്ന് മാറിയിട്ട് നമുക്ക് നേരെ ഇരിക്കാം. യോഗയിലൊക്കെ ഇരിക്കുന്നതാണ്. ഇത്തിരി ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന് ഒരു സെക്കൻഡ് ഒന്ന് കണ്ണുപൂട്ടി നട്ടിൽ നേരെ പിടിക്കുന്നതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കിയാൽ നല്ലതാണ്. ഒന്ന് കണ്ടുപൂട്ടി ഈ സീഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ അനുഭവത്തെ ഒന്ന് ഓർമ്മിക്കുക. എൻ്റെ ഉള്ളിൽ എൻ്റെ ഗുരുവിൻ്റെ വിത്തുണ്ട്.
നെഞ്ചോട് ചേർത്ത് വെച്ച് അവിടുത്തെ ഹൃദയത്തിൻ്റെ മിടിപ്പിനും ശ്രദ്ധിക്കാം. ഈ ഉള്ളിലെ സ്പന്ദനത്തിൽ ശ്രദ്ധിച്ച് ഈ മിടിപ്പിന് നന്ദി പറയുക. ഈ മിടിപ്പിലെ ഞാനില്ല. ഇങ്ങനെ ദൈവരാജ്യത്തിൻ്റെ സ്പന്ദനമായിട്ട് തിരിച്ചറിയുക. ഉള്ളിലെ ദൈവരാജ്യത്തിൻ്റെ സ്പന്ദനം. ഒരു കുഞ്ഞു പ്രാർത്ഥന എന്നോടൊപ്പം ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരുമിച്ച് ചൊല്ലണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, എൻ്റെ മനസ്സിൻ്റെ അണിയത്ത് മയങ്ങുന്ന ചൈതന്യമേ, ധ്യാനമായി, സ്നേഹമായി, സഹനസ്നാനമായി ഉണരണമേ, എന്നെ കീഴ്പ്പെടുത്തണമേ. കർത്താവായ യേശുവേ, എൻ്റെ മനസ്സിൻ്റെ അണിയത്ത് മയങ്ങുന്ന ചൈതന്യമേ, ധ്യാനമായി, സ്നേഹമായി, സഹനസ്നാനമായി ഉണരണമേ, എന്നെ കീഴ്പ്പെടുത്തണമേ, എന്നെ കീഴ്പ്പെടുത്തണമേ. ഒന്ന് അടുത്തിരിക്കുന്നവർക്കൊന്ന് പ്രാർത്ഥിക്കാം. വശങ്ങളിരിക്കുന്ന കാര്യങ്ങളൊന്ന് പതുക്കെ ചേർത്ത് പിടിക്കാം. കൈ ഇങ്ങനെ കോർത്ത് പിടിക്കുമ്പോൾ തന്നെ ഒരു സ്നേഹപ്രവാഹം നമുക്ക് മനസ്സിലാവും. ഈ രാത്രിയിൽ എന്നോടൊപ്പം അവിടുത്തെ സന്നിധിയിലിരുന്ന് എൻ്റെ ക്രിസ്തുവിലെ സഹോദരനും സഹോദരിയും, നിങ്ങൾക്ക് എല്ലാം ഭംഗിയുള്ളതാവട്ടെ. പഴയ നിയമത്തിൻ്റെ ആശംസയുണ്ട്. അവർ സഞ്ചരിച്ചപ്പോഴൊക്കെ ദൈവം അവർക്കിങ്ങനെ പകൽ മേഘമായും രാത്രി അഗ്നിയായിട്ടും കൂട്ടുപോയി. കൈകോർത്ത് അവരെ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പകൽ മേഘമായും രാത്രി അഗ്നിയായും അവിടുത്തെ സ്നേഹം കൊണ്ട് ഇവരെ പൊതിയണമേ. പകൽ മേഘമായും രാത്രി അഗ്നിയായും അവിടുത്തെ സ്നേഹം കൊണ്ട് ഇവരെ പൊതിയണമേ. പകൽ മേഘമായും രാത്രി അഗ്നിയായും അവിടുത്തെ സ്നേഹം കൊണ്ട് ഇവരെ പൊതിയണമേ. ആമേൻ. ലോകത്തെ ഏറ്റവും നല്ല വാക്കുകളിലൊന്ന് ഇതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമസ്തേ. എന്താ വാക്കിൻ്റെ അർത്ഥം? എൻ്റെ ഉള്ളിലെ ദൈവാംശം നിൻ്റെ ഉള്ളിലെ ദൈവാംശത്തെ തിരിച്ചറിയുന്നുണ്ട്, നമസ്കരിക്കുന്നുണ്ട്. ദ ഡിവൈൻ ഇൻ മീ സല്യൂട്ട് ദ ഡിവൈൻ ഇൻ യു. നമുക്ക് ഇന്ന് ഈ കണ്ട വിചാരങ്ങളിലൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഈ അടുത്തിരിക്കുന്ന ആളുടെ ദൈവാംശത്തെക്കുറിച്ച് കുറെ കൂടി ബോധവാനായിട്ട് ഒന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ കണ്ണുകളിലേക്ക് വിട്ടു നോക്കിയിട്ട് നമസ്തേ പറയാം. കണ്ണി നോക്കിയിട്ട് നമസ്തേ പറയാം. കണ്ണി നോക്കിയാൽ പോലീസ് പിടിക്കുമോ? എന്നാൽ ഒന്നുകൂടി ചെയ്യും കേട്ടോ. ഒന്നുകൂടി കണ്ണി നോക്കിയിട്ട് നമസ്തേ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പം ഇത് പറഞ്ഞതുകൊണ്ട്, മോണിറ്റർ ചെയ്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞതേ. വളരെ സ്വാഭാവികമായിട്ട് നിങ്ങൾ നമസ്തേ പറഞ്ഞു നോക്ക്. വിശേഷിച്ചും ഇത്തിരി നമുക്കിങ്ങനെ സബോർഡിനേറ്റ് എന്ന് കരുതുന്ന ഒരാൾക്ക് നമസ്തേ പറഞ്ഞു നോക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. പെട്ടെന്ന് അയാളുടെ കണ്ണ് നിറയും. ബെറ്റ് വെച്ചു. ഒരു നമസ്തയിൽ പോലും ഇങ്ങനെ കണ്ണു നിറഞ്ഞതിന് വിളിക്കുന്ന ഈ സംഭവത്തിൻ്റെയൊക്കെ പേരാണെന്ത്? സ്പിരിച്വാലിറ്റി. ഒരാൾ കൊണ്ടു നടക്കുന്ന ഈർപ്പം, ഇതാണെന്ത്? സ്പിരിച്വാലിറ്റി. സോ നമസ്തേ.